ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, പാത്രങ്ങൾ മാനകാര്യത്തിനുമായി എല്ലാ വീട്ടിലും വ്യത്യസ്ത തരപാത്രങ്ങളുണ്ട്. ഞാൻ സാധാരണ എടുക്കാറുള്ള ഒരു ഉദാഹരണം ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് വിലപ്പെട്ട ചില ആശയങ്ങൾ ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കേണ്ടതിനായി റോമലേഖനത്തിൻ്റെ 8-ാം അധ്യായം 37-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് ആരംഭിക്കാം. ഒന്നിലധികം പ്രാവശ്യം ഞാനിവിടെ വായിച്ചിട്ടുണ്ട്, ചില ഭാഗങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന് മറ്റു ചില ഇടങ്ങളിലൂടെ പോകുവാൻ ദൈവനാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് റോമലേഖനം 8-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് ആരംഭിക്കാം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. വിശുദ്ധ പൗലോസിൻ്റെ ഭാഷയിൽ ഒത്തിരി ഉപദ്രവങ്ങൾ, കഷ്ടതകൾ, പട്ടിണികൾ, പോരാട്ടത്തിൻ്റെ വ്യത്യസ്ത ഇടങ്ങൾ, ഭൗതികമായി അക്ഷരീയമായി, മനസ്സിനെ പിടിച്ചു തിരിക്കുന്ന ചിന്തയുടെ ആകുലങ്ങൾ, അവിടെയും ഇവിടെയും പിന്മാറ്റത്തിൽ പോകുന്ന ആളുകളെ കണ്ടുള്ള ഭയം എന്ന് വേണ്ട, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, കള്ളസഹോദരന്മാരാലുള്ള ആപത്ത്, കഷ്ടത, പട്ടിണി, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ തൻ്റെ വട്ടത്തിൽ വന്നത് ആത്മീയവും ഭൗതികവും ഒരുമിച്ച് അങ്ങോട്ട് ചേർത്തുകൊണ്ട് പല സഭകളെക്കുറിച്ചുള്ള ഭാരം, തൻ്റെ സഹോദരന്മാരിൽ പലർക്കും പറ്റുന്ന നഷ്ടം, പിന്മാറ്റത്തിലേക്ക് പോകുന്നൊരു വിഭാഗം എല്ലാം അങ്ങോട്ട് ചേർത്ത് വെച്ച് അവസാനം ഉപയോഗിക്കുന്നൊരു പദമാണ് ഇവയെല്ലാറ്റിലും ജയമെടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവയിലെല്ലാത്തിലും ജയമെടുക്കുവാൻ കാരണം നാം ജയാളികളെക്കാൾ വലിയവരാണ് എന്ന ആശയമാണ് നാം ഇതിന്മേലൊക്കെ ജയമെടുക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ അത് വായിക്കുമ്പോൾ വി ആർ മോർ ദാൻ കോൺഡറേഴ്സ് എന്ന പദമാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളത്തിലേക്കുള്ള തർജ്ജമയുടെ ഒരു പരിമിതി മുഴുവനായി നമുക്ക് ലഭിച്ചില്ല. ഇവയൊക്കെയും ഞങ്ങളെ ജയിക്കുന്നു എന്ന് മാത്രം. എന്നാൽ വി ആർ മോർ ദാൻ കോൺഡറേഴ്സ്, നമ്മൾ ജയാളികളെക്കാൾ മുകളിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ആവർഷിച്ച അതേ ആശയം ഒരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞത് തൊട്ടേച്ച്, അല്ലെങ്കിൽ അതൊന്നുകൂടെ ഓർപ്പിച്ചേച്ച് ഞാനങ്ങ് മാറട്ടെ. അദ്ദേഹം ഒരു ജയാളിയെക്കുറിച്ചും ആ കോൺഗററെക്കുറിച്ചും അദ്ദേഹത്തെക്കാൾ വലിയ തൻ്റെ ഭാര്യയെക്കുറിച്ചും എടുത്തു പറയുന്ന ഒരു രംഗമാണ്. ഒരു എഴുത്തുകാരൻ ഇങ്ങനെ എഴുതി, മോർ ദാൻ കോൺഗറേഴ്സ് എന്ന പുസ്തകത്തിൽ ഒരു എഴുത്തുകാരൻ ഇങ്ങനെ എഴുതി, റെസ്ലിങ്ങിൽ പങ്കെടുക്കുന്ന ഒരു മനുഷ്യൻ റെസ്ലിങ്ങിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന് ഇടികൊണ്ടു, ബോക്സിങ്ങിൻ്റെ ഇടികൊണ്ടു, അസ്ഥികൾ ഒടിഞ്ഞു. പക്ഷേ അദ്ദേഹം ജയിച്ചു, ലോകത്തിലെ ചാമ്പ്യനായി മാറി. ഈ ചാമ്പ്യന് ഒരു വലിയ സമ്മാനം ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ സമ്മാനം ലഭിക്കേണ്ട ദിവസം വന്നിത് വാങ്ങുവാൻ വയ്യാതെ അദ്ദേഹം ഇടികൊണ്ട് ആശുപത്രിയിലായിപ്പോയി. തനിക്ക് വന്ന് വാങ്ങുവാൻ ഒക്കുന്ന വേറൊരു ദിവസത്തേക്ക് സമ്മാനം മാറ്റിക്കൊണ്ട് അതിൻ്റെ സമ്മാന പ്രഖ്യാപനം നടന്നു. തന്നെ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി വെളിയിൽ വന്നെങ്കിലും ശരീരത്ത് വേദനയുണ്ട്, തൻ്റെ മുറിപാടുകൾ മാറിയിട്ടില്ല. ആ സാഹചര്യത്തിൽ തൻ സ്റ്റേജിൽ വന്നു. ആ വലിയ മത്സരത്തിൽ ലോകത്തിൻ്റെ ചാമ്പ്യനായി വന്ന കാരണത്താൽ തനിക്ക് ഉന്നതമായൊരു സമ്മാനം ബ്രിട്ടൻ്റെ ചക്രവർത്തിയുടെ കൈകൊണ്ട് ലഭിക്കുകയുണ്ടായി. ആളുകൾ കരഘോഷത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. എല്ലാവരും വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. അനേകരും വന്ന് അഭിനന്ദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യ സ്റ്റേജിലേക്ക് ഓടിക്കയറി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു വെച്ച് പറഞ്ഞു, ഹണി കൺഗ്രാജുലേഷൻ, നീ ഒരുപാട് നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ ആ കൂട്ടത്തിൽ ആ വലിയ സമ്മാനം കൊടുത്ത ചെക്കും കൂടെ അദ്ദേഹം അവൾക്ക് കൈമാറി. ഇടി കൊണ്ട മനുഷ്യൻ അവിടെ സ്റ്റേജിൽ നിന്ന് അഭിനന്ദനങ്ങൾ വാങ്ങുന്നു, ചെക്കും കൊണ്ട് ഭാര്യ പോയി. ഇത് കണ്ട എഴുത്തുകാരൻ പറയുകയാണ്, ആരാണ് സാക്ഷാൽ ജയാളി? ഇടി കൊണ്ടവനാ ജയാളി. പക്ഷേ അതിനേക്കാൾ വലിയത് ആരാണ്? അതിൻ്റെ ബെനിഫിഷ്യറി ചെക്കും കൊണ്ടുപോയ ആളാണ്. യേശു കാൽവറിയിൽ സഹിച്ച ത്യാഗത്തിൻ്റെ അപ്പുറത്ത് താൻ കൈവരിച്ചതായ ആ വലിയ വിജയം എൻ്റെയും നിങ്ങളുടെയും കയ്യിലേക്ക് കൈമാറിയതിനാൽ നാം ജയാളികളെക്കാൾ വലുതാണ്. കഷ്ടത, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, ഉപദ്രവങ്ങൾ, ഗവൺമെൻറ്റുകൾ എതിരെ, കോടതികൾ തനിക്കെതിരെ, ജയിലുകളിൽ നിന്ന് ജയിലുകളിലേക്ക് മാറി മാറിപ്പോകുന്നു, കൈകാലികൾ ബന്ധിക്കുന്നു, തനിക്കുള്ളതെല്ലാം നഷ്ടമായി എന്ന് ഒരു വശത്ത് താൻ വളർത്തിക്കൊണ്ടുവന്ന ആത്മിക സന്തതികൾ ചിലരൊക്കെ പിന്മാറ്റത്തിലേക്ക് പോകുന്നു, ചിലരൊക്കെ മാറി നിൽക്കുന്നു, ഉപദേശ പെശകിലേക്ക് മാറുന്നു. ഇതിൻ്റെ എല്ലാം മനപ്രയാസമുള്ളപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് മുഴുവനും കാൽവറിയിൽ സഹിച്ച ശേഷം ഇതിൻ്റെ ജയത്തിൻ്റെ ആകത്തുക എനിക്ക് കൈമാറിയതിനാൽ നാം ജയാളികളെക്കാൾ വലിയവർ. ജയാളികളെക്കാൾ വലിയവർ ആകുവാനുള്ള കാരണം യേശു കാൽവറിയിൽ ജയിച്ചതാണ്. പക്ഷേ
എനിക്ക് ആ കാൽവറിയിലുള്ള ജയം ഏറ്റെടുക്കുന്നതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന ആശയം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ജയത്തിന് യോഗ്യരായി ദൈവം കണ്ടവർ ആരെയൊക്കെ എന്നും കൂടെ ചിന്തിക്കേണ്ടതിന് റോമാലേഖനം തന്നെ 9-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് നോക്കി തുടങ്ങാം. ജയത്തിന് യോഗ്യരായി മാറേണ്ടതിന് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ദൈവം അതിനുവേണ്ടി പ്രധാനമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ ആശയങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. മോർ ദാൻ കോൺഗ്രേഴ്സിന് തന്നെ, അല്ലെങ്കിൽ ജയാളികളെക്കാൾ വലിയവരെന്ന് തന്നെ തലക്കെട്ടിരിക്കട്ടെ 9-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. അല്ല, കുശവൻ അതേ പിണ്ഡത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരം ഇല്ലയോ? കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഇവിടെ ചിന്തിച്ചു, പലയിടങ്ങളിലും ചിന്തിച്ചിട്ടുണ്ട്. മാനപാത്രങ്ങളെക്കുറിച്ചും ഹീനപാത്രങ്ങളെക്കുറിച്ചും തിരുവചനത്തിൽ ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. തീമോത്തിയോസിൻ്റെ 2-ാമത്തെ പുസ്തകത്തിൽ വായിക്കുന്നില്ല, 20-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത്, മരം കൊണ്ടും മണ്ണുകൊണ്ടും ഉണ്ടാക്കുന്ന പാത്രങ്ങൾ ഹീനകാര്യത്തിനും പൊന്നും വെള്ളിയും കൊണ്ടുണ്ടാക്കുന്ന പാത്രങ്ങൾ മാനകാര്യത്തിനുമായി എല്ലാ വീട്ടിലും വ്യത്യസ്ത തരപാത്രങ്ങളുണ്ട്. ഞാൻ സാധാരണ എടുക്കാറുള്ള ഒരു ഉദാഹരണമുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ, അവിടെ തന്നെ പറയാം, എൻ്റെ വീട്ടിൽ പലതരം പാത്രങ്ങളുണ്ട്. എവിടെയെങ്കിലുമൊക്കെ വിലപ്പിടിപ്പുള്ള ഭക്ഷണം കഴിക്കാൻ കൊള്ളാവുന്ന നല്ല പാത്രം കണ്ടാൽ എൻ്റെ ഭാര്യ പെറുക്കുമായിരുന്നു. ഒരു കുറച്ച് നാൾ മുമ്പ് വരെ, ഇപ്പം ഞങ്ങൾക്കൊക്കെ വയസ്സായി, കുറച്ച് നാൾ വരെ അത് പെറുക്കുമായിരുന്നു. വേണമോ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, മാന്യരായ അതിഥികൾ വീട്ടിൽ വരുമ്പോൾ അവരുടെ മാന്യതയ്ക്കൊത്തവണ്ണം, ഞങ്ങളുടെ വീട്ടിൽ വരുന്ന മാന്യ അതിഥികൾ ആത്മിക ശുശ്രൂഷയിൽ ഉയർന്നവരാണ്. വേറെ ഒരു മാന്യരും ഞങ്ങൾക്ക് വരാറില്ല. പക്ഷേ ഇതിനേക്കാൾ വലിയ മാന്യത ഞങ്ങൾക്കില്ല. ആത്മിക ശുശ്രൂഷയിൽ ഉയർന്നവർ, കൃപാവരങ്ങൾ ശക്തിയോടെ കൈകാര്യം ചെയ്യുന്നവർ വീട്ടിൽ വന്നാൽ സാധാരണക്കാരനെ മാനിക്കുന്നത് പോലെയല്ല, അതിനുപരി മാനിക്കേണ്ടതിന് മാന്യതയേറിയ പാത്രങ്ങൾ വാങ്ങാറുണ്ട്. അതേസമയത്ത് സാമാന്യമായ പ്ലാസ്റ്റിക് ബക്കറ്റും മഗ് വരെ വാങ്ങിക്കാറുണ്ട്. ഞാനൊരു ഉദാഹരണത്തിലേക്ക് ഇറങ്ങി പോകാം. ഈ പ്ലാസ്റ്റിക് മഗ്ഗൊക്കെ ചില സമയത്ത്, പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുന്ന പ്രായത്തിൽ, എളുപ്പം അതിൻ്റെ കുഴയൊക്കെ അങ്ങ് പൊട്ടിപ്പോവും. അങ്ങോട്ട് പിടിച്ചു ഇങ്ങോട്ട് പിടിച്ചു, ഇതിൻ്റെ കുഴ അങ്ങ് പൊട്ടും. നിങ്ങൾക്കറിയാമോ, എൻ്റെ വീട്ടിൽ കുഴ പൊട്ടിയാൽ പോലും പ്ലാസ്റ്റിക് കപ്പ് കളയത്തില്ല. ആ കുഴ പൊട്ടിയ പ്ലാസ്റ്റിക് കപ്പ് ഏറ്റവും കുറഞ്ഞത് ടോയ്ലറ്റ് കഴുകാൻ ആസിഡ് മിക്സ് ചെയ്യാൻ എങ്കിലും മാറ്റി വെച്ചേക്കും. അത് വിലപ്പിടിപ്പുള്ള പാത്രമല്ല, തീരെ വിലക്കുറവുള്ള പാത്രമാണ്. നല്ല കാര്യത്തിന് ഒന്നിനും കൊണ്ടുവരുന്നതല്ല, ഒരിക്കലും അത് മേശപ്പുറത്ത് വരത്തില്ല. പക്ഷേ ഈ കുഴ പൊട്ടിയ കപ്പ് വീട്ടിലില്ലെങ്കിൽ ആസിഡും കലക്കിയേ പറ്റുമല്ലോ. വിലപ്പിടിപ്പുള്ളത് മാത്രമേ ഉള്ളെങ്കിൽ നല്ലതിനകത്ത് ആസിഡ് കലക്കേണ്ടി വരും. അത് വരാതിരിക്കേണ്ടതിന് ഏതു വീട്ടിലും മാന്യതയേറിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാത്രവും മാന്യത കുറഞ്ഞ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാത്രവും ഉണ്ടായിരിക്കും. തീമോത്തിയോസിന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, മരവും മണ്ണും കൊണ്ടുള്ള പാത്രങ്ങൾ മാന്യത കുറഞ്ഞ കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതിനും പൊന്നും വെള്ളിയുണ്ടും കൊണ്ടുള്ള പാത്രങ്ങൾ മാന്യത ഏറിയ കാര്യത്തിന് ഉപയോഗിക്കേണ്ടതിനും മാനപാത്രങ്ങളും ഹീനപാത്രങ്ങളും ഏതു വീട്ടിലും ഉണ്ട്. ഏതു വീട്ടിലും മാനപാത്രവും ഹീനപാത്രവും ഉള്ളതുപോലെ, വലിയ വീടുകളിലൊക്കെ ഉള്ളതുപോലെ, ദൈവഭവനത്തിലും മാനപാത്രങ്ങളുണ്ട്, ഹീനപാത്രങ്ങളുണ്ട്. അതിൻ്റെ 1-ാമത്തെ അർത്ഥത്തിൽ താൻ പറഞ്ഞു, അത് വിലപ്പിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് മാനപാത്രമാകുന്നത്. വേറൊന്ന്, വില കുറഞ്ഞ വസ്തുക്കൾ കൊണ്ടുണ്ടാക്കുന്നതാണ് ഹീനകാര്യത്തിനു വേണ്ടി ഉതകുന്നത്. ഇനിയും റോമാലേഖനം 9 നമ്മൾ വായിച്ച വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, പക്ഷെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ, മറ്റേത് സാധാരണ പണിക്കാരുടെ കാര്യമാണ്, ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഒരേ പിണ്ണത്തിൽ നിന്ന് ഒരു പാത്രത്തെ മാനകാര്യത്തിനും വേറൊരു കാര്യത്തെ ഹീനപാത്രത്തിനും ഉണ്ടാക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ബെഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന ഈ കോൺഗ്രിഗേഷനിൽ, ഇതിനകത്ത് ഈ സർവീസിനകത്തിരിക്കുന്ന ഈ മാന്യ സഹോദരങ്ങളിൽ ഒന്നിനെ മാനപാത്രമായും വേറൊന്നിനെ ഹീനപാത്രമായും ഇതേ പിണ്ഡത്തിൽ നിന്ന് തന്നെ രൂപീകരിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഇതിനുവേണ്ടി പഴയ നിയമത്തിലെ യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നൊരു ഉദാഹരണമാണ് വേദപുസ്തകം എടുക്കാറുള്ളത്. ഒരിക്കൽ യെരമ്യാ പ്രവാചകനോട് ദൈവം പറഞ്ഞു, ദൂത് കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു, ദൂതിൻ്റെ അടുത്ത സെൻറ്റൻസ് എഴുതേണ്ടതിന് നീ കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലണം, അവിടെ കുശവൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും. യെരമ്യാ പ്രവാചകൻ എഴുന്നേറ്റു, കുശവൻ്റെ വീട്ടിലെത്തി. കുശവൻ ചക്രത്തിൻ്റെ മേൽ ജോലി ചെയ്യുന്നത് കണ്ടു. ഒരു വലിയ ചക്രത്തിൻ്റെ നടുവിലായി അല്പം കളിമണ്ണ് വെച്ച് ആ ചക്രം വേഗത്തിൽ കറക്കിയ ശേഷം കളിമണ്ണിൻ്റെ മേൽ കുശവൻ്റെ കരം കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇംഗിതത്തിനൊത്തവണ്ണം രൂപമുള്ള ഒരു പാത്രം പുറത്തു വരും. അപ്രകാരം ഒരു പാത്രം എടുക്കേണ്ടതിന്, കഴിഞ്ഞ ദിവസം ഇവിടെ തൊട്ടതാണ്, എടുക്കേണ്ടതിനാണ് കുശവൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്.
തൻ്റെ കയ്യിൽ ഒരു പാത്രം കേടായിപ്പോയാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് വിശദീകരിക്കുമ്പോൾ കണ്ട ഒരു ദർശനം ഞാൻ നന്നായി ഓർക്കുന്നുണ്ട്. തൻ്റെ കയ്യിൽ ഒരു പാത്രം കേടായിപ്പോയാൽ അദ്ദേഹം അതിനെ വീണ്ടും തനിക്കിഷ്ടമുള്ള വേറൊരു പാത്രമാക്കി മാറ്റും. അല്ലെങ്കിൽ ഈ മണ്ണിൻ്റെ നേർമതയ്ക്കും ആ മണ്ണുകൊണ്ട് ഉപയോഗിക്കാവുന്നതിൻ്റെ പരമാവധി പ്രയോജനം കിട്ടുമാറുമുള്ള വേറൊരു പാത്രമാക്കി മാറ്റും. അന്നേരം ഞാൻ കണ്ട ഒരു ഉദാഹരണം, ഒരു ദർശനം ഞാൻ നന്നായി ഓർക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതേ സ്റ്റേജിൽ ചില ദിവസങ്ങൾക്ക് മുൻപേ പറഞ്ഞപ്പോൾ ഏറെക്കുറെ രൂപം കൊണ്ടുവന്ന ഒരു പാത്രം അതിൻ്റെ ഫൈനൽ ടച്ചിൽ ഒക്കാതെ വരുന്നതിന് മുന്നമേ ആ കുശവൻ, അതേ യജമാനൻ തൻ്റെ ആ രൂപീകരിച്ചു കൊണ്ടിരുന്ന കൈകൊണ്ട് ഒറ്റ ഞെക്കുന്നേ കണ്ടു. അത് തിരിച്ച് പഴയതുപോലെ ചള്ളയായി. ഒരിക്കൽ ശുശ്രൂഷയിൽ കിളന്നിങ്ങോട്ട് വന്നവർ, കർത്താവേ ഇപ്പോൾ പ്രയോജനപ്പെടും, ഇത് കുശവൻ്റെ പാത്രത്തിൽ നിന്ന് ചക്രത്തിൽ നിന്ന് എടുക്കുമെന്ന് കണ്ടവർ ഒറ്റയടി ഒന്നുമില്ലാതെ പഴയതുപോലെ പോകുന്നത്. കളഞ്ഞതല്ല, ആ മണ്ണുകൊണ്ട് ഇത്രയും നല്ലത് ഒക്കാത്തതുകൊണ്ട് ഇതിനേക്കാൾ താണത് വേറൊന്ന്, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതിനേക്കാൾ ഉന്നതമായി ഇതിൽ ഉപയോഗിക്കാൻ വേണ്ടി ഈ ഷേപ്പ് പോരാ എന്ന് കണ്ട് ഷേപ്പ് മാറ്റി പഴയ മണ്ണാക്കി മാറ്റുന്ന ഒരു കാഴ്ച കണ്ടു. ഈ കാഴ്ചയോട് ബന്ധപ്പെടുത്തിയാണ് ഒരേ പിണ്ണത്തിൽ നിന്ന് ഒന്നിനെ മാനപാത്രമായും വേറൊന്നിനെ ഹീനപാത്രമായും ഉളവാക്കുവാൻ കുശവന് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവെന്ന ശില്പിക്ക് ദൈവസഭയുടെ മേൽ അനുവാദമുണ്ട്. ഞാൻ അടുത്ത ഒരു പദത്തിലേക്ക് കയറാൻ പോകുകയാണ്. ഒരു പാത്രത്തിൻ്റെ പണിയോടുള്ള ബന്ധത്തിൽ വിജയിക്കുന്നത് നേർമ്മയുള്ള മണ്ണും യജമാനൻ്റെ കയ്യിൽ ഒതുങ്ങിയിരിക്കുന്ന മണ്ണും യജമാനൻ്റെ കയ്യാൽ രൂപീകരിക്കപ്പെടുന്ന മണ്ണുമാണ്. എല്ലാം ഒരുപോലെ വിജയിക്കുന്നില്ല, എന്നാൽ ചിലത് വിജയിക്കുന്നു. എല്ലാ പാത്രങ്ങളെക്കുറിച്ചും യജമാനൻ്റെ താല്പര്യം നന്നായി ഉണ്ടാക്കണമെന്ന് തന്നെയാണെങ്കിലും ചിലതിനെ ഒക്കാതെ വരുന്നതുകൊണ്ട് അതിൽ താഴെയോട്ടോ ഒരുപക്ഷെ അധികം പ്രൂവ് ചെയ്താൽ മുകളിലോട്ടോ ഉയരുവാൻ കഴിയും. ഒരേ പിണ്ണത്തിൽ നിന്ന് ഒരു പാത്രത്തെ മാനകാര്യത്തിനും വേറൊരു പാത്രത്തെ ഹീനകാര്യത്തിനും ഉണ്ടാക്കുവാൻ യജമാനന്, കുശവന് മണ്ണിൻ്റെ മേൽ അധികാരമുണ്ട്. ഒരു പണിയിൽ ചിലത് വിജയിക്കും, വേറെ ചിലത് വിജയിക്കാതെ വരും. നമുക്ക് വിജയിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കണം. കോൺഗ്രസ് മാത്രമല്ല, ജയാളികൾ മാത്രമല്ല, ജയാളികളെക്കാൾ ഉന്നതമാകേണ്ടതിന് നാം ജയാളികളാകുമ്പോൾ കാൽവറിയിൽ സിദ്ധിച്ചതായ വേറൊരു ബോണസും കൂടെ നമ്മുടെ മേൽ ആഡപ്പ് ചെയ്യുന്നത് കൊണ്ട്, കാൽവറിയിൽ സാധിച്ച ഒരു ബോണസും കൂടെ നമുക്ക് തരുന്നത് കൊണ്ട് നമുക്ക് അധികം ഉന്നതത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. വി ബിക്കം മോർ ദാൻ കോൺഗറേഴ്സ്, ജയാളികളെക്കാൾ ഉന്നതമാകും. ഒന്ന്, ഒരു പാത്ര നിർമ്മാണത്തിൽ യജമാനൻ്റെ തൃക്കരങ്ങളിൽ ഇരിക്കുന്നതിനെ ജയിച്ച് കഴിയുമ്പോൾ ജയാളിയേക്കാൾ ഉന്നതമായ ഒരു പദവിയിലേക്ക് നടത്തുവാൻ കഴിയും. രണ്ട്, ഒരു വീട് പണിയോട് ചിന്തിച്ച് ഇന്ന് പകൽ ചില ആശയങ്ങൾ ചിന്തിക്കാൻ പോകുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യം. ലൂക്കോസ് 6:46. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? വായിച്ചു. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യനെന്ന് ഞാൻ കാണിച്ചു തരാം. ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. ഇത്രയും വാക്യങ്ങളെ വായിക്കുന്നുള്ളൂ, ബാക്കിയുള്ളത് പറയാൻ പോകുകയാണ്. ഏതാണ്ട് 2 വർഷത്തിന് മുന്നമേ ഒരു ബൈബിൾ ക്ലാസ് ഡീപ്പായി ഇവിടെ എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. അല്പം ആഴത്തിലിറങ്ങി എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനകത്ത് ഈ ഭാഗങ്ങൾ പരിശുദ്ധാത്മാവ് അന്ന് സഭയുടെ മുമ്പിൽ വെച്ചതാണ്. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ അഥവാ ജയിക്കുന്നവൻ, അലസനായി വീട്ടിലിരിക്കുന്നവൻ്റെ കാര്യമല്ല, പ്രവർത്തിക്കുന്നവൻ്റെ കാര്യം. ഓടുന്നവരെല്ലാവരും ഓട്ടക്കളത്തിൽ ജയിക്കയില്ല, പണി ചെയ്യുന്നവരുടെ എല്ലാം പണി വിജയിക്കയില്ല, പ്രവർത്തിക്കുന്നവരുടെ എല്ലാവരുടെയും പ്രവൃത്തി നന്നായിരിക്കണമെന്നില്ല, കൃഷി ചെയ്യുന്നവരുടെ എല്ലാവരുടെയും കൃഷി പൂർണ്ണമായും വിളഞ്ഞെന്ന് വരികയില്ല, പലതിനും ഇടയ്ക്കൊക്കെ നഷ്ടം വരാറുണ്ട്. വീട് പണിയുന്നവരിൽ ചിലർ നഷ്ടത്തിലേക്ക് പോകുവാനുള്ള കാരണം വീട് പൊളിഞ്ഞു പോകുന്നത് കൊണ്ടാണ്. ഒരു വീടിൻ്റെ പണി ഇടയ്ക്ക് നഷ്ടമായി പോയാൽ, അത് പൊളിഞ്ഞു പോയാൽ ആ പണിതെടുത്തോളം വസ്തു ഛേദം വരും. ഇല്ല, അത് നന്നായി കിട്ടിയാൽ അത് വളരെ അനുഗ്രഹമായിരിക്കും. കർത്താവ് പറഞ്ഞു, പ്രയത്നിക്കുന്നവൻ്റെ കൂട്ടത്തിൽ, ചെലവിടുന്നവൻ്റെ കൂട്ടത്തിൽ വിജയാളിയാകുന്നത് ആരാണ് എന്ന് ഞാൻ പറയാം. എൻ്റെ ഈ വാക്കുകളെ കേട്ട് അതുപോലെ ചെയ്യുന്നവൻ ആരാണെന്ന് പറയാം. അവൻ ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് സമനായിരിക്കും. എൻ്റെ ഈ വാക്കുകൾ കേട്ട് അതുപോലെ ചെയ്യാത്തവൻ, വളരെ പ്രത്യേകമാണ്, അതുപോലെ ചെയ്യാത്തവൻ ആരോട് തുല്യനെന്ന് ഞാൻ പറയാം. മണലിൻ്റെ മേൽ അടിസ്ഥാനമിട്ട് വീട് പണിതവനോട് തുല്യമായിരിക്കും. 2 വീടുകളും ശോധനയ്ക്ക് വേണ്ടി വരുമ്പോൾ, ചില ഭാഗങ്ങൾ ചേർത്ത ശേഷം വിശദീകരണത്തിലേക്ക് ഞാൻ പൊയ്ക്കോളാം. 2 വീടുകളും ഒടുവിൽ ശോധനയ്ക്ക് വേണ്ടി എടുക്കുമ്പോൾ വൻമഴ ചൊരിയും, വെള്ളം പൊങ്ങും, കാറ്റടിക്കും, വീടിൻ്റെ മേൽ അലയ്ക്കും. പിടിച്ച് നിൽക്കുന്ന വീട്, വീഴാതെ നിൽക്കുന്ന വീട് പ്രതിഫലമുള്ള ജയിച്ചവൻ്റെ വീടായിരിക്കും.
വീട് പൊളിഞ്ഞു പോയാൽ അത് തോറ്റവൻ്റെ, അധ്വാനം മുഴുവനും നഷ്ടമായവൻ്റെ വീടായിരിക്കും. ഇവിടെ യേശു പറയുന്ന വാക്കുകൾ മനസ്സിലാക്കേണ്ടതിന് വേറെ ചില വാക്കുകൾ കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. 1 കൊരിന്ത്യർ 3-11 തിരിച്ച് ഞാൻ വന്നത് വിശദീകരിക്കും. 1 കൊരിന്ത്യർ 3-11 ദയവായിട്ട് വായിച്ചാട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ വേറൊന്നിടാൻ ആർക്കും കഴിയുകയില്ല. മുമ്പിലത്തെ വാക്യത്തിൽ പറഞ്ഞു ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിടണം. രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞു യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ വേറൊരടിസ്ഥാനമിടാൻ ആരെക്കൊണ്ടും കഴിയത്തില്ല. ഈ വാക്യങ്ങളെ തമ്മിൽ ഞാൻ യോജിപ്പിക്കണമെങ്കിൽ വേറെ ചില ആശയം കൂടെ നമുക്ക് ലഭിക്കണം. സമയം ലാഭിക്കേണ്ടതിന് വേണ്ടി റെഫറൻസസ് പറഞ്ഞു പോകുമെങ്കിലും നമ്മൾ എല്ലാ വാക്യങ്ങളും വായിക്കത്തില്ല. യെശയ്യാവിൻ്റെ പുസ്തകം 28-ാം വാക്യത്തിൽ വരുമ്പോൾ, യെശയ്യാവ് 28-ാം 16 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ സിയോനിൽ ശോധന ചെയ്ത ഒരു കല്ലും ഒരു മൂലക്കല്ലിട്ടിരിക്കുന്നു. സിയോൻ എന്ന് പറയുന്നത് ദൈവജനത്തിൻ്റെ അതിശ്രേഷ്ഠമായ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുന്നതാണ്. സിയോനിൽ ദൈവത്തിൻ്റെ സഭ പണിയുന്നത് സിയോനിലാണ്. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സിയോനിലാണ്. ദൈവത്തെ ഏറ്റവും അനുഗ്രഹിക്കുന്ന പർവ്വതമായി പഴയ നിയമം ചിത്രീകരിക്കുന്നത് സിയോനിലാണ്. അത് ആ ആശയത്തിലാണ് പറയുന്നത്. ഞാൻ സിയോനിൽ ശോധന ചെയ്ത ഒരു കല്ലായ ഒരു മൂലക്കല്ലിട്ടിരിക്കുന്നു. അവനിൽ ആശ്രയിക്കുന്നവൻ, അത് കർത്താവായ യേശുവിനെ കുറിച്ചാണ്, അവനിൽ ആശ്രയിക്കുന്നവൻ ഒരിക്കലും ഓടിപ്പോകയില്ല, അവൻ ഒരിക്കലും ലജ്ജിക്കത്തില്ല. മുമ്പേ പൗലോസ് പറഞ്ഞതുപോലെ കഷ്ടത, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, കള്ളന്മാരാലുള്ള ആപത്ത്, കള്ളസഹോദരന്മാരാലുള്ള ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, പലപ്പോഴും സഭകളെക്കുറിച്ചുള്ള ഭാരം, പിന്മാറിപ്പോയവരെക്കുറിച്ചുള്ള വ്യഥ, ദുരുപദേശങ്ങൾക്കെതിരെയുള്ള വാദം എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇളകി വന്നാലും യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് വന്നതിനാൽ ഞാൻ ജയിച്ചിരിക്കും. അങ്ങ് സിയോനിൽ ദൈവം പണിയുന്ന ഇടത്ത് ഒരു നല്ല കല്ല് ഇട്ടിട്ടുണ്ട്. ആരായിരിക്കും ഈ മൂലക്കല്ല്? എഫെസ് ലേഖനം 2-ാം 20 മുതലുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ, നമ്മളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ ചേർത്ത് പണിതു വരികയാണ്. അവനിൽ, ക്രിസ്തുവിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് ദൈവത്തിന് വിശുദ്ധയാഗം കഴിക്കേണ്ട ഒരു ദേവാലയമായി, വിശുദ്ധ ആലയമായി വളർന്നു വരികയാണ്. ഒന്നുകൂടെ, ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ. എവിടെയാണ് ഈ പണി? പഴയ നിയമ ഭാഷയിൽ ഞാൻ സിയോനിൽ ഒരു മൂലക്കല്ലിട്ടിരിക്കുന്നു. ആരാണ് ആ മൂലക്കല്ല്? ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ. അതൊരു അടിസ്ഥാനമെന്നതിനെ വിളിക്കാറായില്ല, അതൊരു മൂലക്കല്ല് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ ഇവിടെ ഒരു മൂലക്കല്ലിട്ടു. നമ്മുടെ കെട്ടിടത്തിന് വെക്കാനുള്ള മൂലക്കല്ല് ഇവിടെ ഇരിപ്പുണ്ട്, വർഷങ്ങളായിട്ട് ഇരിപ്പുണ്ട്. ഈ മൂലക്കല്ല് എന്തേലും ഒരു ദിവസം ഇടുമെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ഇടും. അത് ഇട്ട് കഴിഞ്ഞാൽ അവിടം കൊണ്ട് തന്നെ തീർന്നില്ല, അതിനോട് ചേർന്ന് ഒരു കൂട്ടം കല്ലുകൾ വെക്കും. അത് അടിസ്ഥാനക്കല്ല. ആ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനം സിമെൻ്റ് കൊണ്ട് അല്ലെങ്കിൽ RCC കൊണ്ട് മൂലക്കല്ലും മറ്റുള്ള കല്ലുകളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കും. ഇടയ്ക്കിടയ്ക്ക് സിമെൻ്റ് ഇട്ടും അടിയിലോ മുകളിലോ ഒക്കെ ബെൽറ്റ് വാർത്തും ഇങ്ങനെ ഈ മൂലക്കല്ലുമായി ഈ അടിസ്ഥാനത്തെ മുഴുവനും ബന്ധിപ്പിച്ച് കഴിയുമ്പോൾ അത് ഒരു കല്ലിന് ഒരു പാറയ്ക്ക് തുല്യമായി മാറും. യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനം കൊണ്ട് ഒരു പാറ ഇവിടെ ഉണ്ടാക്കും. ഈ പാറ അടിയിൽ കിടപ്പുണ്ട്. ഈ പാറമേൽ ആരെങ്കിലും പണിതാൽ, അവനാണ് ഈ പാറ കണ്ടുപിടിക്കേണ്ടത്. ഈ പാറമേൽ ആരെങ്കിലും ഒന്ന് പണിതാൽ അവൻ്റെ പണിയാണ് നിലനിൽക്കേണ്ടത്. എഫെസ് ലേഖനം 2:20 മുതൽ എടുക്കുമ്പോൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ എന്ന ആശയം കാണാം. ഇനിയും അവരെ ചേർക്കുന്നത് എങ്ങനെ എന്ന അടുത്തൊരു കാഴ്ചപ്പാടും കൂടെ പറഞ്ഞേച്ച് ഞാൻ പയ്യ വീടിൻ്റെ അടിസ്ഥാനക്കല്ലെ തൊടും. അതുവരെ ഇത് മനസ്സിലാക്കാനൊരു വിശദീകരണമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം വായിക്കുന്നില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അപ്പോസ്തലനായ പത്രോസിനെ മുൻപിൽ നിർത്തിക്കൊണ്ട് പറയുന്ന ഒരു പ്രസ്താവന കാണാം. ഞാൻ എന്തോ വിശദീകരിച്ച് വരുന്നത് മൂലക്കല്ലും അടിസ്ഥാനക്കല്ലുകളാകുന്ന അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായി എങ്ങനെ
ചേരുന്നു, അവയെ എങ്ങനെ ചേർത്ത് ഒരു കല്ലാക്കുന്നുവെന്നാണ് ഞാൻ ആരംഭത്തിൽ ചിന്തിക്കുന്നത്. ഇങ്ങനെ ഒന്നുകൂടെ തൊടാം. ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലാണ്. ആ സമയത്ത് യേശു ക്രിസ്തു നിന്നുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ ഉൾപ്പെടുന്ന അപ്പോസ്തോലിക സമൂഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു. അന്ന് 12 അപ്പോസ്തലന്മാരാണുള്ളത്, യൂദാസ് ഉൾപ്പെടെ 12 എണ്ണം ഉണ്ട്. ഈ 12 പേരെയും കൂടെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് യേശു ഒരു ചോദ്യം ചോദിച്ചു. ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? ഞാൻ ഇതേ ചർച്ചിൽ ഇതേ സ്റ്റേജിൽ ചില വർഷങ്ങൾക്ക് മുന്നമേ ഇതേ ചോദ്യം ആവർത്തിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒരുത്തൻ നാട്ടുകാർക്ക് എന്നെക്കുറിച്ച് എന്തും വേണ്ടും ബഹുമാനമുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കൊന്ന് ചോദിച്ചവൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരല്പം പോങ്ങപ്പോഷനാണ്. ഇല്ലടാ ഞാൻ തീരെ മോശമാണ്, എന്നെ കണ്ടിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ചോദിക്കുന്ന ആ സ്റ്റാൻഡേർഡിലേക്ക് അങ്ങ് താഴും. ഞാൻ എന്നടാ മോശമാണോ? ആ സ്റ്റാൻഡേർഡിലേക്ക് അങ്ങ് താഴും. യേശുവിൻ്റെ സ്റ്റാൻഡേർഡ് അതൊന്നും അല്ല. മനുഷ്യരെന്നെക്കുറിച്ച് എന്തു പറയുന്നു? യേശുവേ അങ്ങെന്താ ഇങ്ങനെയൊക്കെ ചോദിച്ചു കളഞ്ഞേ, അങ്ങേക്ക് അറിഞ്ഞുകൂടെ അങ്ങ് ആരാണെന്ന്? ഓക്കെ, അതിനെന്തോ ഒരു കാരണം കാണുമല്ലേ? യേശു ചോദിക്കത്തില്ലല്ലോ. ശിഷ്യന്മാർ പറഞ്ഞു ചിലരങ്ങേ ഏലിയാവെന്നാണ് വിളിക്കുന്നത്. കാര്യം അവരുടെ അഭിപ്രായത്തിൽ ഏലിയാവ് തിരിച്ചു വന്നതാണ്. ചിലർ പറയുന്നത് അങ്ങ് യെരമ്യാവാണെന്നാണ്, യെരമ്യാവ് തിരിച്ചു വന്നു എന്നാണ്. ചിലർ പറയുന്നത് യോഹന്നാൻ സ്നാപകൻ തിരിച്ചു വന്നെന്നാണ്. അങ്ങനെ തല വെട്ടിക്കളഞ്ഞു. യോഹന്നാൻ തിരിച്ചു വന്നതാണെന്ന് ഹേരോദാവിന് വരെ അഭിപ്രായമുണ്ട്. ഹേരോദാവ് ചിലർ പറയുന്നത് യോഹന്നാൻ എഴുന്നേറ്റ് വന്നതാണ്. ഇനിയും വേറെ ചിലർ പറയുന്നത് ഏതോ ഒരു പ്രവാചകനാണ്. വേറൊരാശയത്തിൽ ചിലർ പറഞ്ഞ് ഏലിയാവ്, ചിലർ പറഞ്ഞ് യോഹന്നാൻ, ഇനിയും ചിലർ പറഞ്ഞ് യെരമ്യാവ്, വേറെ ആരോ ഒരാൾ. ജനത്തിന് അവരിൽ തന്നെ വ്യക്തമായ ഒരു ഉറപ്പില്ല യേശു ആരാണെന്നതിൽ. ഇന്ന് നമ്മൾ ആത്മലോകത്തിലേക്ക് ഇറങ്ങിയാൽ, അനാത്മീയരുടെ കാര്യമല്ല, ആത്മലോകത്തിലേക്ക് ഇറങ്ങിയാൽ ക്രിസ്തുവിനെക്കുറിച്ച് പലർക്കും വ്യക്തമായ ഒരു ഉറപ്പില്ല. ചിലർ യേശുവിനെ രോഗശാന്തി കൊടുക്കുന്നവനായി ഉയർത്തിക്കാണിക്കും, വേറെ ചിലർ യേശുവിനെ അനുഗ്രഹിക്കുന്നവനായി ഉയർത്തിക്കാണിക്കും, ഇനിയും ചിലർ യേശുവിനെ തൻ്റെ വിശുദ്ധീകരിക്കുന്നവനായി ഉയർത്തിക്കാണിക്കും, ചിലർ യേശുവിനെ രക്ഷകനായി ഉയർത്തിക്കാണിക്കും. ഞാൻ പലപ്പോഴും യേശുവിനെ സ്വർഗത്തിൽ കൊണ്ടുവന്നവനായി ഉയർത്തിക്കാണിക്കും, മണവാട്ടിയുടെ മണവാളനായി ചിത്രീകരിക്കും. വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത ചിന്താഗതിയാണ്. അവർക്ക് ഒരു ഏകീഭവിക്കപ്പെട്ട ചിന്തയില്ല. ഞാനൊരല്പം കൂടെ താഴോട്ടൊന്ന് ഇറങ്ങാം. നമുക്ക് പഴയ നിയമത്തിലെ മഹാപുരോഹിതനെ വിളിച്ചൊന്ന് ചോദിക്കാം. അങ്ങേരാണല്ലോ തീർത്ത് പറയേണ്ട ആള്. വചനം ജഡമായി ഉരുത്തിരുന്ന യേശുവിനെ ആ പഴയ നിയമത്തിൻ്റെ മഹാപുരോഹിതൻ്റെ മുമ്പിലോട്ട് നിർത്തിക്കൊണ്ട് അങ്ങേരോട് നമുക്കൊന്ന് ചോദിക്കാം, ഈ ആൾ ഏതാണെന്നറിയാമോ? അയാൾ നേരെ പറയും മറിയയുടെ മോനാന്ന് പറയും. ഇതിൽ കൂടുതൽ അങ്ങേർക്ക് അറിയാൻ വയ്യ. അയാളുടെ കാഴ്ചപ്പാട് അത്രേ ഉള്ളൂ. ആൾ ഉന്നതനാണ്. നമുക്കവിടുത്തെ പുരോഹിത സമൂഹത്തെ ഒന്ന് വിളിച്ചു നിർത്തി ചോദിക്കാം, ദേ നിൽക്കുന്നു, ഇവൻ ആരാന്നറിയാമോ? അവർ ഇവൻ വേശ്യാപുത്രനാണ്. അയ്യോ, ഞാൻ ഇവിടുത്തെ ന്യായശാസ്ത്രികളെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ, അവന്മാരെല്ലാം ന്യായപ്രമാണം അറിയാവുന്നവർ. ന്യായപ്രമാണം അല്ലെങ്കിൽ വചനം ജഡമായി ഉരുത്തിരിഞ്ഞ ഖനീഭവിച്ച രൂപത്തെ ന്യായശാസ്ത്രികളുടെ മുമ്പിലോട്ട് നിർത്തി ഞാനൊന്ന് ചോദിക്കാൻ പോകുകയാണ്, നിങ്ങളുടെ അഭിപ്രായത്തിൽ യേശു ആരാ? അവർ പറയും ഇവൻ ന്യായപ്രമാണം ലംഘിയ. എൻ്റെ ദൈവമേ, പരീശനോട് ചോദിച്ചാൽ അവൻ പറയും ഇവൻ പാപിയ. ഇങ്ങനെ പലർക്കും ആത്മലോകത്തിൽ പലർക്കും പല ചിന്താഗതിയാണ്. അവർക്ക് പൊതുവിൽ യേശുവിനെ കുറിച്ച് ഒരഭിപ്രായം പറയാനില്ല. അവർക്ക് യേശു ആരാണെന്ന് അറിയാനും വയ്യ. ഇനി സാധാരണക്കാരനോട് ചോദിക്കാം, അവരൊരുത്തം പറയും ഏലിയാവ കാര്യം പ്രവചിക്കുന്നത് കേട്ടു, ഏലീശായ പ്രവചിക്കുന്നത് കേട്ടു, വേറൊരുത്തം പറഞ്ഞു യെരമ്യാവ പ്രവചിക്കുന്നത് കേട്ടു. ഇങ്ങനെ അനേകർക്ക് അനേക ആശയം. അവർക്കാർക്കും അങ്ങയെക്കുറിച്ച് വ്യക്തമായ ഒരു അഭിപ്രായമില്ല, വ്യത്യസ്ത ആശയങ്ങൾ. യേശു കഴമ്പിലോട്ട് കയറി അടുത്ത ചോദ്യം, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? യേശു അതെന്താ ആ ചോദ്യം ചോദിച്ചേ? എൻ്റെ കൂടെ നിൽക്കുന്നവര് ഞാൻ എന്നെ മിടുക്കനാന്ന് അറിയാമോടാ, ഞാൻ ആരാന്നാ നീ വിചാരിച്ചെന്ന് ചോദിക്കേണ്ട കാര്യം എന്താ? പറയാം. യേശു ആരാണെന്ന് ഞാൻ അറിഞ്ഞെങ്കിൽ മാത്രമേ യേശുവിനോട് അനുരൂപനായി മാറാൻ എനിക്ക് ശ്രമിക്കാനൊക്കത്തുള്ളൂ. യേശു ആരാണെന്ന് ഞാൻ അറിഞ്ഞെങ്കിൽ മാത്രമേ യേശുവിനെ കൊണ്ട് എനിക്ക് പ്രയോജനമുള്ളൂ. യേശു ആരാണെന്ന് ഞാൻ അറിഞ്ഞെങ്കിൽ മാത്രമേ വേറൊരാളിനെ യേശുവിനെ പരിചയപ്പെടുത്താനൊക്കത്തുള്ളൂ. അതുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർക്ക് ഇതുപോലെ ഒരു പരന്നു നടക്കുന്ന ഒരാശയമേ ഉള്ളോ, അതോ യേശു ആരാണെന്ന് വ്യക്തമായ ഒരാശയമുണ്ടോ എന്നറിയേണ്ടതിനാണ് അവരോട് ചോദിച്ചത്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? 11 പേരും മിണ്ടാതെ നിൽക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ ഒരു മറുപടി പറഞ്ഞു, അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. വേശ്യാപുത്രനെന്നല്ല, മറിയയുടെ മോനെന്നല്ല, ന്യായപ്രമാണലംഘി എന്നല്ല, ഏലിയാവെന്നല്ല, ഏലീശ എന്നല്ല, പ്രവാചകനെന്നല്ല, അപ്പത്തെ വർദ്ധിപ്പിക്കുന്നവനെന്നും പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നവനെന്നും അല്ല. ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് എനിക്കൊരു കാര്യം അറിയാം, അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. എടുത്ത വായിലെ യേശു പറയുന്ന മറുപടിയാണ് 16:18. ബെറിയോനായ ശിമോനെ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് ഈ വെളിപ്പാട് നിനക്ക് തന്നത്. ഒന്ന് ശ്രദ്ധിച്ചോണേ. ബെറിയോനായ ശിമോനെ,
യോഹന്നാൻ്റെ മകനായ ശിമോനെ എന്ന വാക്കിൻ്റെ അർത്ഥം. യോഹന്നാൻ്റെ മകനായ ശിമോനെ, ഇത് നീ പഠിച്ചതല്ല, ആരും നിനക്ക് പറഞ്ഞു തന്നതല്ല, നിന്റെ കണ്ണുകൊണ്ട് കണ്ട അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി പഠിച്ചതാ അല്ല, മറ്റൊരാൾ പറഞ്ഞു തന്നിട്ട് കേട്ടു മനസ്സിലാക്കിയതല്ല, എഴുതി പഠിച്ചതല്ല, ഇത് പഠിച്ചതേ അല്ല. നീ കണ്ടുപഠിച്ചതായിരുന്നെങ്കിൽ പച്ചവെള്ളം വീഞ്ഞാക്കുന്നവനെന്ന് പറഞ്ഞേക്കാം, നീ കണ്ടുപഠിച്ചതാണെങ്കിൽ അപ്പം വാഴ്ത്തുന്നവനെന്ന് പറഞ്ഞേക്കാം, നീ കണ്ടുപഠിച്ചതാണെങ്കിൽ രോഗസൗഖ്യം തരുന്നവനെന്ന് പറഞ്ഞേക്കാം, കേട്ടുപഠിച്ചതാണെങ്കിൽ ന്യായപ്രമാണ ലംഘി എന്ന് പറഞ്ഞേക്കാം. പക്ഷേ ഇതൊന്നുമല്ല. നീ ദൈവത്തിങ്കിൽ നിന്നും എൻ്റെ പിതാവിങ്കിൽ നിന്ന് പ്രാപിച്ച വെളിപ്പാടാണ്. പഠിച്ചതും പ്രാപിച്ചതും രണ്ടും രണ്ടാം. ക്രിസ്തുവാകുന്ന ഞാൻ ആരെന്ന് എൻ്റെ പിതാവായ ദൈവം നിൻ്റെ ഉള്ളിൽ ഒരു ദർശനം ഇട്ട് തന്നെങ്കിൽ, നിൻ്റെ ഉള്ളിൽ ഒരു ദർശനം ഇട്ട് തന്നെങ്കിൽ ആ പിതാവിലൂടെ നമ്മൾ രണ്ടും കൂടെ യോജിക്കുക. ഒന്നുകൂടെ ശ്രദ്ധിച്ചോണേ, ഞാൻ ആരെന്ന് എൻ്റെ പിതാവിനറിയാം, എന്നെ അയച്ചവനറിയാം. അടുത്ത് നിൽക്കുന്ന നിന്നോട്, ഞാനാണ് പത്രോസ് എന്നിരിക്കട്ടെ, എൻ്റെ അടുത്തിരിക്കുന്ന പുൾപ്പിറ്റിൽ ഈ ബൈബിളും ഒക്കെ ഇരിക്കുന്ന തൽക്കാലം ഞാൻ യേശുവിൻ എന്ന സ്ഥാനത്ത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം ഉപയോഗിച്ചോട്ടെ. ഇത് യേശുവാണെന്നിരിക്കട്ടെ, മുകളിൽ പിതാവായ ദൈവമുണ്ട്. ഈ യേശു നിൽക്കുന്ന പത്രോസിനോട് പറയുകയാണ്, ഞാൻ ആരാണെന്ന് എൻ്റെ പിതാവിനും മാത്രമേ അറിയത്തുള്ളൂ. ആ പിതാവ് എന്നെ കുറിക്കുന്ന യഥാർത്ഥ വെളിപ്പാട് നിന്നിലേക്ക് പകർന്നതിനാൽ പത്രോസേ, എനിക്കും നിനക്കും തമ്മിലൊരു ബന്ധമുണ്ട്. എനിക്കും നിനക്കും തമ്മിലൊരു ബന്ധമുണ്ട്. നമ്മെ തമ്മിൽ കണക്ട് ചെയ്യും. ആരൊക്കെ അപ്പസ്തോലന്മാർ, ഇതിനകത്തിരിക്കുന്നതിൽ ആരൊക്കെ പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് പുത്രനെ കുറിക്കുന്ന വ്യക്തമായൊരു വെളിപ്പാട് പ്രാപിച്ചോ, നമ്മെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരാത്മബന്ധമുണ്ട്. അവരാണ് ക്രിസ്തുവിനോട് ചേരുന്നത്. സ്നാനം മുഖേന നമ്മൾ യേശുവിനോട് ചേരുന്നു, അത് വേറൊരു കാര്യം. ആ അളവിലൊന്നും പോരാ, അതിനേക്കാളൊക്കെ ഒത്തിരിയും കൂടെ മേളിലായി. ഇത് ക്രിസ്തുവിനോട് യഥാർത്ഥത്തിൽ ആത്മാവിൽ ചേരുന്നത് ഈ ഒരു വെളിപ്പാടിലൂടെയാണ്. പത്രോസേ, ഈ വെളിപ്പാട് നിനക്ക് ലഭിച്ചു, എൻ്റെ പിതാവ് നിന്നെ ഏൽപ്പിച്ച വെളിപ്പാടായത്. ഇനി ഞാൻ ഒരു കാര്യം പറയാം. നീ പത്രോസ, നിൻ്റെ ഫണ്ടമെൻ്റൽ ബേസ് ഇങ്ങോട്ട് എടുത്താലുണ്ടല്ലോ, ദൗ ആർട്ട് പെട്ര, പീറ്റർ. ഈ പെട്ര എന്ന പീറ്റർ എന്നൊക്കെ പറയുന്ന പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു കൽക്കഷണമെന്ന. ഞാൻ വിശദീകരണത്തിന് പോകുന്നില്ല. പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം കല്ലിൻ്റെ കഷണമെന്ന പാറയെന്നല്ല. റോഡിൽ മെറ്റിലിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റോഡ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ടാറിന് മുമ്പേ ആദ്യമേ ഇട്ട് നിരത്തേണ്ടതിന് കൊണ്ടിടുന്ന മെറ്റിൽ, അതിനെയാണ് ഒരു കൽക്കഷണം പത്രോസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ വീടിന് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി തല്ലിപ്പൊട്ടിച്ച കൊച്ചു കൽക്കഷണങ്ങൾ ലോറിയെ കൊണ്ട് ഇറക്കിയിടുന്നതിനെയാണ് ഒരു കൽക്കഷണം അഥവാ പത്രോസ് എന്ന് വിളിക്കുന്നത്. നീ ആദാ. പക്ഷേ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന വാചകമുണ്ടല്ലോ, ഇതൊരു കൽക്കഷണമല്ല, ഇതൊരു പാറയാണ്. നിന്നെപ്പോലെയുള്ള 1000 കൊച്ചു കൽക്കഷണങ്ങളെ ആത്മാവിൻ്റെ ബന്ധത്തിൽ ഒരുമിച്ച് ചേർത്ത് നിൽക്കുന്ന ഒരു പാറയുടെ ഭാഗമായി നീ മാറി. പത്രോസേ, സാക്ഷാൽ പാറ ആരാന്നറിയാമോ? ഞാനാ. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. ഈ യേശുക്രിസ്തുവിൻ്റെ പ്രസ്താവനയിൽ നമ്മളാരും അന്നേരത്തെ അവിടെ ഇല്ലായിരുന്നു. എന്നാൽ ലോജിക്കലി ചിന്തിക്കുന്നവർ പറയുന്നത്, യേശു പത്രോസിനോട് പറയുമ്പോൾ നീ പത്രോസാകുന്നു, ഈ പാറമേൽ തന്നെ തൊട്ടുകൊണ്ട് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നായിരിക്കണം യേശു പറഞ്ഞതെന്നാണ് ചിന്തിക്കുന്നവർ പറയാറുള്ളത്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നാൽ പത്രോസേ, എന്തുകൊണ്ട് നിന്നോടിത് പറയേണ്ടി വന്നു? നമുക്ക് തമ്മിലൊരു ബന്ധമുണ്ട്. നിന്നെ എന്നോട് പറ്റിക്കാൻ പോകുക. എങ്ങനെ? എൻ്റെ പിതാവ് നിന്നെ തിരഞ്ഞെടുത്ത് നിനക്കൊരു വെളിപ്പാട് തന്നു. അപ്പോസ്തലന്മാരെ പിതാവ് തിരഞ്ഞെടുക്കുകയും പുത്രനെ കുറിക്കുന്ന വെളിപ്പാട് അവർക്കേൽപ്പിക്കുകയും ചെയ്യുന്നതോടെ നാം ക്രിസ്തുവിനോട് ആത്മാവിൽ ഒട്ടിച്ചേർന്ന് ഒരു പാറയായി മാറുക. ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ. എനിക്കൊന്ന് ഇപ്പോൾ ഈ അർത്ഥം ശരിക്കും മനസ്സിലായി. ഈ മൂലക്കല്ല് എവിടെ? പിതാവായ ദൈവം കാലങ്ങൾക്ക് മുന്നമേ സിയോനിൽ ഞാനൊരു കല്ലിട്ടിരിക്കുന്നു, ഒരു മൂലക്കല്ലിട്ടിരിക്കുന്നു. ചുരുടെ താഴോട്ട് ഇറങ്ങി വരാൻ പോകുകയാണ്. യുഗങ്ങൾക്ക് മുന്നമേ, ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുന്നമേ കൊത്തുപണി ചെയ്യപ്പെട്ട കല്ലായി, തിരുവചന ഭാഷയിൽ അറുക്കപ്പെട്ട കുഞ്ഞാടായി, കൊരിളിറക്കപ്പെട്ട കുഞ്ഞാടായി, ലോകസ്ഥാപനത്തിന് മുന്നമേ എൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഞാൻ മുന്നൊരുക്കി നിർത്തിയ പ്പോൾ കാൽവറിയിൽ താൻ അനുഭവിക്കുവാൻ പോകുന്ന വ്യഥകളും 5 വിധ മാരകയായുധങ്ങളാൽ ഈ മൂലക്കല്ലിനെ കൊത്തുപണി ചെയ്തെടുക്കുന്നതും പിതാവായ ദൈവം കണ്ടു. ഇതിനകത്തിരിക്കുന്നവർ ഓർത്തോണം, നമ്മുടെ ഒക്കെ ശുശ്രൂഷ ദൈവം പണ്ടേ കണ്ടതാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് പല ഇടങ്ങളിൽ ഇടപെടുന്നതും തൊടുന്നതും കൊണ്ട് ഞാൻ അവിടെയും ഇവിടെയും ഒക്കെ കയറി തൊട്ടോട്ടെ. 10,000 ആളുകൾ സ്നാനപ്പെട്ട സഭയായത്. 10,000 ആളുകൾ സ്നാനപ്പെട്ട സഭയായത്.
ഏറ്റവും ശക്തന്മാരായ ശുശ്രൂഷകന്മാർ ഇന്ത്യക്ക് ഉള്ളിൽ നിന്നും പുറത്തു നിന്നും വന്ന് ശുശ്രൂഷിച്ചിട്ടുള്ള സഭയായത് ഞാൻ പലതിരെയും ശ്രദ്ധിക്കാറുണ്ട്. ഏറ്റവും ശക്തിയേറിയ ശുശ്രൂഷകന്മാർ ചില വ്യക്തികളെ ചൂണ്ടിക്കൊണ്ട് നിന്റെ മേൽ അതിശക്തമായൊരു ശുശ്രൂഷയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില മാസങ്ങൾക്കകമോ വർഷങ്ങൾക്കകമോ ആത്മഗോളത്തിൻ്റെ പരിധിക്ക് വെളിയിലേക്ക് അവർ തെറിച്ചു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും ശക്തമായ ശുശ്രൂഷ എന്ന് പറഞ്ഞ് ലെവൽ താഴുന്നതിനെ കണ്ടിട്ടുണ്ട്. ആത്മഗോളത്തിൽ ഇല്ലാതെ തെറിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട്. കാരണം ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തുവെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ പിശാചി ശല്യം തുടങ്ങും. പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് എതിർത്ത് നിന്ന് അവരുടെ മേലുള്ള ദൂതിന് തക്കവണ്ണം ജീവിതം സൂക്ഷിച്ചത് മാത്രമേ ആ ലെവലിൽ വരത്തുള്ളൂ. ചിലത് നിലവിളക്കതിൻ്റെ സ്ഥാനത്തുനിന്ന് താഴോട്ട് പോകും. ചിലതിനെ തമ്പുരാൻ ദൈവം അനുവദിക്കുന്നത് കൊണ്ട് സാത്താൻ പറിച്ച് എറിഞ്ഞു കളയും. ഇങ്ങനെ ഒരുപാടെണ്ണം പോകുമെങ്കിലും ചിലത് പിടിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പിടിച്ചു നിൽക്കുന്നതിനോട് ദൈവത്തിന് പറയാനുള്ളത്, ഒരാത്മാവിൻ്റെ ബന്ധത്തിൽ നമ്മെ യോജിപ്പിക്കാൻ പോകുകയാണ്. ഞാനും പ്രൂവ് ചെയ്തേച്ചാ വന്നത്. മറക്കല്ലേ, ലോകസ്ഥാപനത്തിന് മുന്നമേ കൊരിളിറക്കപ്പെട്ട കുഞ്ഞാടായി പിതാവായ ദൈവം തന്നെ ഇന്നത്തെ ഭാഷയിൽ സഭയുടെ മൂലക്കല്ലായി മാറ്റി നിർത്തിയിരുന്നെങ്കിലും കാലത്തിൻ്റെ സമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി മനുഷ്യ ശരീരത്തിൽ, വേദനയുള്ള ശരീരത്തിൽ ക്രൂശിന്മേൽ കയറി ഇത് സഹിക്കുമ്പോൾ തെളിയിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ തെളിയിച്ചു. ആ സാഹചര്യത്തിൽ യേശു പോലും പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങനെ കൈവിട്ടത് എന്താണ്? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണേ എന്നൊക്കെ യേശു പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മാനുഷിക സ്വഭാവത്തിൽ തൻ്റെ ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ താനും വ്യഥ അനുഭവിച്ചെങ്കിലും താൻ ഇങ്ങനെ തന്നെ തുടർന്ന് പറഞ്ഞു, ഈ എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം തന്നെ. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം തന്നെ. കാര്യം ട്രയൽ വരുമ്പോൾ ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുകയാണ്. തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ അനേക കഷ്ടങ്ങളിലൂടെ തികഞ്ഞവനായി കാൽവറിയിൽ തികച്ചെടുത്ത് 5 വിധ മാരകായുധങ്ങളാൽ കൊത്തുപണി ചെയ്യപ്പെട്ടവനായി പിതാവ് അവരോധിച്ചതുപോലെ വിളിക്കപ്പെട്ട നിങ്ങളെ കൊത്തുപണി ചെയ്തവരായി കർത്താവ് അംഗീകരിച്ച് കഴിയുമ്പോൾ എന്നെ കുറിക്കുന്ന ഒരു ദർശനം നിന്റെ ഉള്ളിൽ തമ്പുരാൻ ഇട്ടു തന്നാൽ ആ ദർശനം എന്നെയും നിന്നെയും തമ്മിൽ കണക്ട് ചെയ്യും. ക്രിസ്തു എന്ന മൂലക്കല്ലിനോട് ചേർത്ത് പണിയാൻ കൊള്ളാം ഒരു കൂട്ടം അപ്പോസ്തലന്മാരായിരുന്ന കല്ലുകളെ കർത്താവ് എടുത്തുകൊണ്ട് വരിക. യൂദായിക്ക് വിളി കിട്ടിയതാണെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് അങ്ങനെ തട്ടിപ്പോയി. പക്ഷേ നിന്നവർക്കായി സ്തോത്രം. അങ്ങനെ മൂലക്കല്ലിനോട് ഒട്ടിച്ചു ചേർത്ത ഒരൊറ്റ കല്ല് യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനം. യേശുക്രിസ്തു മൂലക്കല്ലാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും കൂടി ചേർക്കപ്പെട്ട അടിസ്ഥാന കല്ലുകളാണ്. ഇവരെ ഒരുമിച്ച് ചേർന്ന് വെച്ച് പറഞ്ഞു, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ വേറൊന്ന് ഇടുവാൻ ആരാലും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പണിയുന്നെങ്കിൽ ഈ പണി എങ്ങനെ തുടങ്ങണം? ആഴക്കുഴിച്ച് പാറ കണ്ടേച്ച് തുടങ്ങണം. ഇത്രയും ആശയം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ ഈ ആഴക്കുഴിക്കുക എന്ന് പറഞ്ഞാൽ 2 വർഷത്തിന് മുമ്പേ ഈ ക്ലാസ് ഞാനോട് ഡീറ്റെയിൽ ആയിട്ട് എടുത്തതാണെന്ന് തീരെ കുറച്ച് പേരെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒത്തിരി പേര് ഇത് കേട്ട് കാണാം. ഒന്നുകൂടെ ഓർപ്പിക്കാം. എന്നെക്കൊണ്ട് ഈ പാറയിന്മേൽ പണിയിപ്പിക്കാതിരിക്കാൻ പിന്നെ ശ്രമമുണ്ട്. സാത്താൻ ഒടുവിലത്തെ സെക്കൻഡ് വരെ ശ്രമിച്ചുകൊണ്ടിരിക്കും. എടുത്തു കളയാൻ, തകർത്ത് കളയാൻ. ദൈവം ഒടുവിലത്തെ സെക്കൻഡ് വരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും നമ്മെ വളർത്തുവാൻ. അതുകൊണ്ടാണ് നമ്മൾ വി ബിക്കേം മോർ ദാൻ കോൺകറേഴ്സ്, ജയാളികളായി മാറുന്നതിൻ്റെ കാര്യം തുടരുമാനമായ സപ്പോർട്ട് ദൈവത്തെങ്കിൽ നിന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ നമുക്ക് നമ്മുടെ പാർട്ട് ചെയ്യാനുണ്ടെന്നുള്ള ആശയം ഞാൻ ഒരല്പം കൂടെ ഗൗരവത്തിൽ കൊണ്ടുപോകാൻ പോകുകയാണ്. എന്നെ എടുത്തു കളയാൻ വേണ്ടി ശത്രു ശ്രമിക്കുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ ഞാനും കൂടെ ശ്രമിച്ചേ മതിയാകൂ. അങ്ങനെ നിന്നാൽ ദൈവം നമ്മെ നിലനിർത്തും. ഓക്കെ, ഈ പാറമേൽ ആരെങ്കിലും പണിതുപോയാൽ അവൻ്റെ പണി നിലനിൽക്കും. അത് വരാതിരിക്കേണ്ടതിന്, പണി നിലനിൽക്കാതിരിക്കേണ്ടതിന് ശത്രുവായ സാത്താൻ ഈ പാറയുടെ മേൽ മണ്ണ് വാരിയിടും. ഉപദേശപ്പെശകെന്ന മണ്ണ് വാരിയിടും, പാരമ്പര്യങ്ങളെന്ന മണ്ണ് വാരിയിടും. അങ്ങനെയൊക്കെയാണ് വചനം പറയുന്നതെങ്കിലും ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങനല്ല ചെയ്തേ, ഞങ്ങളുടെ നാട്ടുകാർ അങ്ങനല്ല ചെയ്യുന്നേ, എൻ്റെ കൂട്ടുകാരും അങ്ങനല്ല. അവർ നടക്കുന്നത് വേറൊരു രീതിയിലാണ്. അയ്യോ കുഞ്ഞെ, സാത്താൻ ഇതിൻ്റെ മേളിൽ മണ്ണ് വാരിയിടുക. യേശു പറഞ്ഞു, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ആഴക്കുഴിച്ച് പാറ കണ്ട ശേഷം ഇതിൻ്റെ മേളിൽ കിടക്കുന്ന പാരമ്പര്യങ്ങൾ എടുത്തു കളഞ്ഞു, പ്രകൃതികൾ എടുത്തു കളഞ്ഞു, ചുറ്റുവട്ടം നടക്കുന്ന ആളുകൾ കാണിക്കുന്നത് എടുത്തു കളഞ്ഞു, പാരമ്പര്യ ശക്തികളെ തട്ടിമാറ്റി, ഉപദേശങ്ങളെ ശോധന ചെയ്തു, പ്രവചനം ശോധന ചെയ്തു, നല്ലത് മുറുകെ പിടിച്ചു, അങ്ങ് അടിവരെ കുഴിച്ചിറങ്ങി. അതെ, തിരുവചനപ്രകാരം ഇതാണ് ക്രിസ്തു പഠിപ്പിച്ച, അപ്പോസ്തലന്മാർ ആചരിച്ച ദൈവിക ഉപദേശമെന്ന് കണ്ടുപിടിച്ച് അവിടം വരെ കുഴിച്ചിറങ്ങി അവിടം മുതൽ പണിത് കയറി വരിക.
എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് സദൃശ്യം. ഞാൻ പണിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ചിലർ വിലയേറിയ കല്ലുകൊണ്ട്, ചിലർ വിലയേറിയ രത്നങ്ങൾ കൊണ്ട് പണിയും, വേറെ ചിലർ വില കുറഞ്ഞ ചിലതുകൊണ്ടും പണിയാറുണ്ട്. ഒരു പേരിനും പെരുമയ്ക്കും അങ്ങനെ പറഞ്ഞങ്ങ് വിട്ടേക്കാം. തൽക്കാല ലാഭത്തിന് വേണ്ടി പലരും പണിയാറുണ്ട്. പല മോട്ടീവിന് വേണ്ടി, പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പണിയുന്നവരുണ്ട്. ഞാൻ കൺവെൻഷനുകൾക്ക് സ്ഥിരമായി യാത്ര ചെയ്യുന്ന പതിവുണ്ട്. നിങ്ങൾക്കറിയാം, ഒത്തിരി വർഷങ്ങളായി, കുറഞ്ഞ പക്ഷേ 84 മുതൽ കണ്ടിന്യൂസ് കൺവെൻഷന് വേണ്ടി പോവാം. ചില കൺവെൻഷന് വേണ്ടി ചെന്ന് കഴിയുമ്പോൾ ഞാൻ തിരിച്ച് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ 3 ദിവസത്തിന് സാത്താൻ ബോംബിട്ടു. കാര്യം ഈ കൺവെൻഷൻ അവർ നടത്തിയവൻ്റെ പേര് പബ്ലിഷ് ചെയ്യാൻ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ പേര് പബ്ലിഷ് ചെയ്യാൻ മാത്രമാണ് ചെയ്തത്, വേറെ ഒന്നുമില്ല. ഇനി ഞാനൊരു കൺവെൻഷൻ നടത്തി, ആൾ കൂടണമെങ്കിൽ ആൾ കൂടാവുന്ന ആരുടെയും പേര് വേണമല്ലോ, അതിന് എൻ്റെ പേര് വെച്ചതാണ്. വേറെ ചില കൺവെൻഷനുകൾ നടത്തിയത് കടമൊന്ന് ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ്. കൺവെൻഷൻ നടത്തുന്നു എന്നും പറഞ്ഞ് നാട് നീളെ പിരിവെടുക്കും. എംഎവറീസിനെ കൊണ്ടുവരുന്നു, ഭയങ്കര ചിലവാണ്, വലിയ ആൾക്കൂട്ടമാണ്, ഒത്തിരി മൈക്ക് വേണം. അതുകൊണ്ട് ആവശ്യമുള്ള പണം പിരിക്കാൻ, അദ്ദേഹത്തിൻ്റെ കടഭാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ നടത്തിയ കൺവെൻഷനാണ്. അതിക്കവിഞ്ഞ് ഒന്നുമില്ല. ഇനി ചിലർ കൂടെ പേര് വെച്ചാൽ, അയ്യോ എനിക്ക് ദുഃഖം തോന്നുന്നുണ്ട്, കൂടെ പേര് വെച്ചാൽ എനിക്കൊരു പ്രശസ്തി ലഭിക്കുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്ര ചെയ്തെടുത്തുനിന്ന് സന്തോഷത്തോടെ സഹോദരങ്ങളെ മുഖത്ത് നോക്കിക്കൊണ്ട് പല രാജ്യങ്ങളിലെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഞാനിത് പറയാൻ പോയി. ഇപ്രാവശ്യം ചെന്നപ്പോഴാണ് പലരും എന്നോട് പറഞ്ഞ, പാസ്റ്ററെ ഇന്നാരും നിങ്ങളുടെ ചർച്ച വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ടോ? പറഞ്ഞുകൊണ്ടായിരിക്കും, ഓർക്കുന്നില്ല. ഉണ്ട്. ഒരു എന്തുവാ, ഫേസ്ബുക്കിനകത്ത് ഒരു പിക്ചർ അദ്ദേഹം കാണിച്ചിരുന്നു. നിങ്ങളുടെ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ശുശ്രൂഷിക്കാൻ കരുതാണോ, ചുമ്മാ അത് പിക്ചർ എടുത്താണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. പലരും വന്ന് എടുക്കാറുണ്ട്. ഇവിടെയൊക്കെ വന്ന് ഞങ്ങളുടെ സഭയിൽ വന്ന് പറഞ്ഞത് എംഎവറീസിൻ്റെ ചർച്ചിൽ പ്രസംഗിച്ചതാണ്, ലോകത്തിലെ ഏറ്റവും വലിയ മലയാളി പെന്തിക്കോസ് ചർച്ചിൽ പ്രസംഗിച്ചതാണ്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേജ് കിട്ടണം, ഒരു സ്റ്റേജ് കിട്ടാൻ വേണ്ടി മാത്രം, ഒരു പേരിന് വേണ്ടി മാത്രം. വേറൊരു അവസരം ഞാൻ ഓർക്കുന്നുണ്ട്, വളരെ വ്യക്തമായി ഒരവസരം ഞാൻ ഓർക്കുന്നുണ്ട്. എന്നെ ഒരാളങ്ങ് നിർബന്ധിച്ച് വിളിച്ചു, എൻ്റെ കൂടെ വരണം, പ്രസംഗിക്കണം. ഞാൻ പറഞ്ഞു, ബ്രദറെ അന്ന് എനിക്ക് വരാൻ ഒക്കുന്ന ദിവസമല്ല, ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അയ്യോ അങ്ങനൊന്നും പറയല്ലേ, സുരേഷ് ബാബു വരുന്നുണ്ട്, എംഎവറീസ് പാസ്റ്റർ ഉണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് പ്രസംഗിക്കുന്നത്, അവിടെ വരണം. ഞാനവിടെ ചെന്ന് പറഞ്ഞു, സുരേഷ് ബാബു വരുന്നില്ല, ഞാനേ ഉള്ളൂ. മൂന്നാമതൊരു പേര് വെച്ചിരിക്കുന്നത് എന്നെ വിളിച്ചയാളിൻ്റെ പേരാണ്. ആകെ കൂടി ഇയാൾ ഒരു 200 പേരാണ്. ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പേ ആദ്യത്തെ ദിവസം തന്നെ വേറൊരാൾ എന്നെ സഹായിച്ചു, ഒരു ടിക്കറ്റ് എടുത്തു തന്നു. ഞാൻ ഇനി തിരിച്ചു വരികയും ചെയ്തു. എന്തിനു വേണ്ടിയായിരുന്നു? എംഎവറീസിൻ്റെ കൂടെയും സുരേഷ് ബാബുവിൻ്റെയും കൂടെ ഇവൻ പ്രസംഗിക്കുന്നവനാണ് എന്ന് ഈ നോട്ടീസ് പ്രൂഫിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പലരും ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിടും, വേറെ ചിലർ മണ്ണിൻ്റെ മേളിൽ പണിയും. വ്യത്യസ്ത ഉദ്ദേശങ്ങൾ, വ്യത്യസ്ത ലക്ഷ്യങ്ങൾ. യേശു പറഞ്ഞു, ഇതെല്ലാം പോക്ക. എന്നാൽ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വിലയേറിയ കല്ലും രത്നവും കൊണ്ട് പണിതുയരുന്ന ഒരു പണി. ഇതിഞ്ഞ് മുകളിൽ വന്നു. മറ്റവൻ ഒന്നും തപ്പാൻ പോകുന്നില്ല. ഞങ്ങളുടെ അപ്പൂപ്പൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു, ഞങ്ങളുടെ നാട്ടിലൊരു ചർച്ചുള്ളവർ അങ്ങനെ ചെയ്യുന്നു, അതിൻ്റെ പുറകിൽ ഏതാണ്ടൊരു വാക്യവുമുണ്ട്, അടിയിൽ ഇടയ്ക്ക് കിടക്കുന്ന മണ്ണൊന്നും ഞാൻ തപ്പാൻ പോകുന്നില്ല, അതിൻ്റെ മേളിലങ്ങ് പണിതേക്കാം. പണിക്കൊരു വേഗതയുണ്ട്. ആഴക്കുഴിക്കാതെ, പാറ കാണാതെ, മണലിന്മേൽ അടിസ്ഥാനം ഇട്ടൊരു പണി. എൻ്റെ കർത്താവ് പറഞ്ഞ് രണ്ടും ശോധന ചെയ്യും. ഒന്നാമത്തെ ശോധന, വെള്ളം കൊണ്ടൊരു ശോധനയുണ്ട്. വൻമഴ ചൊരിഞ്ഞു, വെള്ളം പൊങ്ങി, കാറ്റടിച്ചു, വീടിൻ്റെ മേൽ അലച്ചു, ഒന്നാമത്തെ വീട് വീണു. ഒന്നാമത്തെ വീട് നിന്നു, രണ്ടാമത്തെ വീട് വീണു. ഇനി അതിനെ ശോധന ചെയ്യേണ്ടതില്ല. മണലിന്മേൽ പണിതവൻ്റെ പണി നഷ്ടമാവും. 2, വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ശോധന തീർന്നില്ല. രണ്ടാമത്തെ ശോധന, തീ കൊണ്ടൊരു ശോധന. ദൈവമേ, വെള്ളത്തിലും തീയിലും എന്ന പദം ഇതാ. വെള്ളം കൊണ്ടൊരു ശോധന കഴിഞ്ഞ ഉടനെ, വെള്ളവും കാറ്റും കൂടെ. രണ്ടാമത്തെ ശോധന തീ കൊണ്ടാണ്. അതിനകത്ത് മരം, പുല്ല്, വൈക്കോൽ, മുമ്പേ പറഞ്ഞതുപോലെ ആ താൽക്കാലികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പണിതത് മുഴുവനും ആ തീക്കകത്തങ്ങ് പോകും. എന്നാൽ വിലയേറിയ രത്നവും കല്ലും കൊണ്ട് പണിത പണികൾ നിലനിൽക്കും. വി ആർ മോർ ദാൻ കോൺകറേഴ്സ്. പണിയുന്ന പണി നിലനിൽക്കേണ്ടതിന് കർത്താവേ, ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുവാൻ കർത്താവ് എനിക്ക് കൃപ തരണേ. ഞാനിത് പണ്ട് കാലങ്ങളിൽ കൺവെൻഷൻ സ്റ്റേജുകളിൽ എടുക്കുമ്പോൾ പറഞ്ഞിരുന്ന ഒരു ആശയം ഒന്ന് ടക്കോന്ന് തൊട്ടേക്കാം. പരീക്ഷ എഴുതാൻ പോകുന്ന ഒരുത്തന് എക്സാമിനേഷൻ ബോർഡിൽ നിന്ന് കൊടുത്തിരിക്കുന്ന കടലാസിൽ എഴുതിയെങ്കിൽ മാത്രമേ അത് വാലിഡേഷൻ വരത്തുള്ളൂ. എക്സാമിനേഷൻ ബോർഡിൽ നിന്ന് കൊടുക്കുന്ന കടലാസുകൾ അല്ലെങ്കിൽ ഉത്തരക്കടലാസുകൾ ആ എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ സീലുള്ളതും അന്ന് അവിടെ മേൽനോട്ടം വഹിക്കുന്ന ആളിൻ്റെ ഒപ്പുള്ളതുമായ പേപ്പേഴ്സ് ആയിരിക്കും. അത് മാത്രമേ കൊടുക്കത്തുള്ളൂ. ഞാൻ 1-2 ചോദ്യങ്ങൾ കഷ്ടകാലത്തിന് അല്ലെ നല്ല കാലത്തിന് എൻ്റെ കയ്യിൽ നേരത്തെ കിട്ടിയെന്നിരിക്കട്ടെ, വീട്ടിലിരുന്നതിൻ്റെ ഉത്തരം വളരെ മാന്യമായി നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ഒരാളിനെ കൊണ്ട് എഴുതിച്ചു കൊണ്ടുവന്ന് ഈ പരീക്ഷ
രക്ഷക്കടലാസിൻ്റെ ഇടയ്ക്കോട്ട് പിൻ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കറിയാമോ, ഈ പേപ്പർ കാണുമ്പോൾ അത് വാലിഡേഷൻ എടുക്കാതെ അങ്ങ് മാറ്റിവെക്കും. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന ഈ അടിസ്ഥാനത്തിന്മേൽ പണിയാത്ത പണി ഒക്കെയും അങ്ങ് മാറ്റിവെക്കും. അത് ശോധനയ്ക്ക് എടുക്കത്തില്ല. ഇന്ന് പകൽ എൻ്റെ പണി ശോധനയ്ക്ക് എടുത്താൽ, ഇട്ടിരിക്കുന്ന ഈ അടിസ്ഥാനത്തിൽ ദൈവിക വാലിഡിറ്റിയിൽ ദൈവം അത് ശോധനയ്ക്ക് എടുത്താൽ ജയിക്കുക മാത്രമല്ല, ഐ നീഡ് ടു ബി മോർ ദാൻ കോൺകറർ. കാര്യം കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ ജയാളിയേക്കാൾ ഉന്നതനാകണം. വീട് പണിക്കാരൻ ജയത്തിന് യോഗ്യനായി വരിക. രണ്ടാമത്തെ ഒരു ആശയത്തിൽ ഓട്ടക്കളത്തിൽ ഓടുന്നവനെ കുറിച്ചൊന്ന് തൊട്ടോട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 9:24. വാട്ട് അബൌട്ട് ആൻ അത്ലറ്റ്? ഒന്ന് ഓടുന്നവന്റെ കാര്യം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നു. ഓട്ട മത്സരത്തിൽ ഓടുന്നവരെ കുറിച്ചാണ് 9:24 പറയുന്നത്. 1 കൊരിന്ത്യർ 9:24 പറയുന്നത് ഓട്ട മത്സരത്തിൽ ഓടുന്നവനെ കുറിച്ചാണ്. ഒരുപാട് പേര് ഓടുന്നുണ്ടെങ്കിലും ഒറ്റ ഒരാളെ വിരുദ് പ്രാപിക്കത്തുള്ളൂ. ആത്മമണ്ഡലത്തിൻ്റെ പ്രത്യേകത, യോഗ്യമായി ഓടുന്നവൻ എല്ലാം വിരുദ് പ്രാപിക്കും. എന്നാൽ ഒരു വലിയ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം പറയുകയാണ്, ഓടുന്നവർ എല്ലാവരും വിരുദ് പ്രാപിക്കത്തില്ല. ഓട്ടത്തിൽ സൂക്ഷിക്കേണ്ട പല നിയമങ്ങളുണ്ട്. അത് പാലിക്കുന്നവൻ മാത്രമേ വിരുദ് പ്രാപിക്കാറുള്ളൂ. ഈ സ്റ്റേജിലൊരു കർത്താവിൻ്റെ ദാസൻ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു ഓട്ട മത്സരത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ആദ്യം ഓടി അങ്ങേ അറ്റത്ത് ചെന്ന ആളിന് സമ്മാനം ഡിക്ലെയർ ചെയ്തു. സമ്മാനം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്, ഇവിടെ നടന്നതാണ്, സ്പോർട്സിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മറക്കാനൊക്കാത്തൊരു ഇൻസിഡൻ്റ് ആണ്. എനിക്കത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പേരും ഒക്കെ വിട്ടുപോയി. ഓടി അക്കരെ ചെന്നു. അവിടെ ചെന്നു 1-ാം സമ്മാനം പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ ശേഷമാണ്, അല്ലെ കൊടുക്കാനായി, ആ സമയത്താണ് ഈ ഓട്ടത്തിൻ്റെ ചരിത്രം വീഡിയോഗ്രാഫി ചെയ്തിരുന്നത്. സ്ലോ മോഷനിലൊന്ന് ചെക്ക് ചെയ്തത്. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ വരച്ചിരുന്ന ട്രാക്കിൽ നിന്ന് ഒരു സാഹചര്യത്തിൽ ഒരു കാലൊന്ന് വെളിയിൽ വെച്ചു. ഒന്ന് കേട്ടോണേ, ട്രാക്ക് വരച്ചിട്ടുണ്ട്. ഈ ട്രാക്കിനകത്തൂടെയാണ് ഓടേണ്ടത്. ഓരോരുത്തർക്കും ഓരോ ട്രാക്ക് വരച്ചിട്ടുണ്ട്. അവനവൻ്റെ പാതയിൽ തമ്മിൽ തിക്കാതെ ഓടുക എന്നത് ദൈവവചനത്തിൻ്റെ പ്രമാണമാണ്. ഈ ആള് ഓടിയ കൂട്ടത്തിൽ ഇടയ്ക്ക് ആ ട്രാക്ക് ഒന്ന് മാറി, ഇങ്ങപ്പുറത്ത് ഒരു കാലൊന്ന് പോയി തിരിച്ചിഞ്ഞ് വരികയും ചെയ്തു. ഓടി ആദ്യം എത്തിയത് ആളാണെങ്കിലും സമ്മാനത്തിന് അയോഗ്യയായി മാറി. കാരണം ട്രാക്കിൽ നിന്നൊന്ന് തെറ്റിപ്പോയി. ഇന്നെന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നമ്മുടെ ട്രാക്ക് സൂക്ഷിച്ചുകൊണ്ട് ഓടുവാൻ കർത്താവ് കൃപ തരട്ടെ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണെങ്കിലും എല്ലാവരും വിരുദ് പ്രാപിക്കത്തില്ല. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുക. കർത്താവേ, എൻ്റെ പാദം എവിടെയെങ്കിലും തെറ്റുന്നുണ്ടോ? ട്രാക്കിൽ നിന്ന് ഞാൻ മാറുന്നുണ്ടോ? ദൈവിക വിളിയിൽ നിന്ന് മാറുന്നുണ്ടോ? ഞാൻ കാഴ്ചപ്പാടിൽ നിന്ന് മാറുന്നുണ്ടോ? ഇടയ്ക്ക് ഓട്ടമൊന്നും മന്ദീഭവിച്ചു പോയാലോ? വീണ്ടും പോയി. ആമയും മൊയിലും കൂടെ ഓടി ആമ ജയിച്ച കഥ വെറും കഥയാണെങ്കിലും കഴമ്പുള്ള കഥയാകയാൽ നമുക്കൊക്കെ ഓർമ്മയുള്ള കഥയാണ്. ഇടയ്ക്കൊരു കുറച്ച് നാളൊരു നിരാശ, ഇടയ്ക്കൊരു കുറച്ച് നാളൊരു പിന്മാറ്റം, ഇടയ്ക്കൊരു കുറച്ച് നാളൊന്നും ഓടാതിരിക്കുക. എന്നാ ഒത്തിരി ഓടിയിട്ട് പിന്നെ ഒരു ഉപവാസ പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഒരു ഉണർവ് യോഗ കഴിയുമ്പോൾ ഇയാൾ ഒന്നുകൂടെ എഴുന്നേറ്റ് വരും. അലസത കഴിയുന്നതോടെ വിരുദങ്ങ് നഷ്ടപ്പെടുക. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണെങ്കിലും എല്ലാവരും വിരുദ് പ്രാപിക്കുന്നില്ല. പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഒരെണ്ണം കൂടെ ഒന്ന് എടുത്തോട്ടെ. ഈ ഓട്ടം എവിടേക്കാണെന്ന് നമുക്ക് നോക്കാം. ഫിലിപ്പി ലേഖനത്തിൻ്റെ 3-ന്റെ 13-ഉം 14-ഉം ഒക്കെ വായിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് പറയുന്നൊരു വാചകമുണ്ട്. വായിക്കണ്ട, നോട്ട് ചെയ്തു. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 13-ഉം 14-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിന് വേണ്ടി ആഞ്ഞുകൊണ്ട് പരമവിളിയുടെ ലാക്കിലേക്ക് അങ്ങ് ഓടിക്കൊണ്ടിരിക്കുക. എന്നെ ദൈവം വിളിച്ചിരിക്കുന്ന ഒരു വിളിയുണ്ട്, അതൊരു പരമവിളിയാണ്. എന്നെ ലാക്കിലേക്ക്, ഒരു സ്ഥലത്തേക്ക് ദൈവം വിളിച്ചിരിക്കുകയാണ്. എനിക്ക് ലഭിക്കാവുന്നതിലെ ഏറ്റവും വലുതാണ്. ആദ്യത്തെ ചക്രത്തിൻ്റെ മേൽ വേല ചെയ്യുന്ന കുശവന് അല്ലെങ്കിൽ ശില്പിക്ക് ഈ മണ്ണുകൊണ്ട് ഉണ്ടാക്കാവുന്നതിലെ ഏറ്റവും നല്ല പാത്രം ഉണ്ടാക്കാനാണ് നോട്ടം. എന്നെ വിളിച്ചിരിക്കുന്ന വിളി പരമവിളിയാണ്. ആ ലാക്കിലേക്കാണ് ഞാൻ ഓടുന്നത്. അവിടെ എത്തേണ്ടതിന് വേണ്ടി, ആ വാക്യം തീർന്നില്ല, അവിടെ എത്തേണ്ടതിന് വേണ്ടി പൗലോസ് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, പിമ്പിലുള്ളത് മറന്നു, മുമ്പിലുള്ളതിന് വേണ്ടി ആഞ്ഞു. ഇങ്ങനെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുക. ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ ചെറുപ്പത്തിൽ പ്രായമുണ്ടായിരുന്ന ഒരു അപ്പച്ചൻ, എഴുന്നേറ്റ് നടക്കാനൊക്കെ പ്രയാസമുള്ള ഒരു അപ്പച്ചനാണ്. ഒരു രാത്രിയിൽ അദ്ദേഹത്തിനൊരു ഇൻഫർമേഷൻ കിട്ടി, തൻ്റെ മകൾ വളരെ അത്യാസന്ന നിലയിൽ രോഗിയായിരിക്കുന്നു. അക്കാലത്തൊക്കെ കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിച്ച് വിടുന്നതൊക്കെ ഒരു 6-7 കിലോമീറ്റർ, മേ ബി 10 കിലോമീറ്റർ, അതിനകത്തൊക്കെയാണ് സാധാരണ. ഇദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ചിരുന്ന വീട് ഏറെക്കുറെ എനിക്കൊന്നൊരു 6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. സ്ഥലമൊക്കെ എനിക്ക് നല്ല ഓർമ്മയാണ്. ഒരു 6 കിലോമീറ്റർ ദൂരെയാണ്. പക്ഷേ ഈ അപ്പച്ചന് 1 കിലോമീറ്റർ നടക്കാനുള്ള ആരോഗ്യമില്ല, അതിനേക്കാൾ താഴെയാണ്. രാത്രിയിൽ മോള് സീരിയസ് ആണെന്ന് കേട്ടു. അപ്പച്ചൻ നിന്ന നിപ്പിനെ ഒറ്റ പോക്കും വെച്ചു കൊടുത്തു, മോടെ വീട്ടിൽ ചെന്നു.
തുടർന്ന് ആളുകളൊക്കെ ചോദിച്ചു, എൻ്റെ അപ്പച്ച എങ്ങനെ നടന്നെന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ പറഞ്ഞു ഒരു വാചകം എൻ്റെ ചെവി കൊണ്ട് കേട്ടത്. അത് ഞാൻ തല മുന്നോട്ടങ്ങ് കുനിച്ചു. തല മുന്നോട്ട് കുനിക്കുമ്പോൾ വീഴാൻ തുടങ്ങും, കാല് തന്നെ വന്നോളും. തല ഇങ്ങനെ കുനിഞ്ഞിരുന്നാൽ വീഴുന്നതിന് മുമ്പേ കാല് തന്നെ വന്നോളും. എൻ്റെ മോടെ വീടിനെ ലക്ഷ്യമാക്കി അകത്തോട്ട് വിവരം കിട്ടിയ ഉടനെ തല മുന്നോട്ടങ്ങ് കുനിച്ചു, കാല് തന്നെ വന്നു. ഓരോ ഓട്ടത്തിന് അപ്പച്ചെന്തുണ്ട് ഇവിടെ എത്തി 6 കിലോമീറ്റർ. പൗലൂസ് പറഞ്ഞ വാചകം ഇതിനോട് നിരക്കുന്നതാ, പിമ്പിലുള്ളതങ്ങ് മറന്നു. ഇത് ഓർക്കാൻ പോയാൽ മഹാ ബുദ്ധിമുട്ടാണ്. കാര്യം പുറകോട്ട് പലതും പിടിച്ചു നിർത്തും. പുറകിലുള്ളതങ്ങ് മറന്നു, മുമ്പിലുള്ളതിന് വേണ്ടി തലയിഞ്ഞാഞ്ഞു. ഇനി നിൽക്കുന്ന പരിപാടിയില്ല, കാല് തന്നെ പോയിക്കോളും. കഷ്ടത, പട്ടിണി, നഗ്നത, വാള്, ആപത്ത്, പട്ടിണി, എന്തെല്ലാം കൂടി ഏതുവഴി വന്നാലും, ഇപ്പോഴുള്ളത്, വരുവാനുള്ളത്, ആഴങ്ങൾ, ഉയരങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് വന്നാലും എനിക്കതൊരു വിഷയമല്ല. പിമ്പിലുള്ളത് മറന്നു, മുമ്പിലുള്ളതിന് വേണ്ടി ആഞ്ഞും കൊണ്ട് എവിടേക്കാണ്? പരമവിളിയുടെ വിരുദിലേക്ക്, ലാക്കിലേക്ക് ഓടുക. അങ്ങനെയാണെങ്കിൽ വിളി പരമമായ വിളിയാണ്. ഒരു ലാക്ക് അതിനുണ്ട്. എന്താ ലാക്ക്? ഉണ്ട്, അത് കൊടുത്തിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലാണ്. ആ ലാക്കിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 13:14. ലൂക്കോസ് 13:14. ഏതാ ലാക്ക്? യേശു ശബ്ദത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോട് വേല ചെയ്യുവാൻ. അതാണോ ഇടുക്കുവാതിലേക്ക് ഓടുക എന്ന് യേശു പറയുന്നൊരു പദമായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. ഇടുക്കുവാതിൽ 13:14 അല്ലേ? അല്ലായിരിക്കാം, സോറി. ഇടുക്കുവാതിലേക്ക് ഓടുക. യേശു എത്രാമത്തെ വാക്യം അത് പറഞ്ഞേ? 13:24. 13:24. സോറി, 14 എന്ന് പറഞ്ഞ് തെറ്റിപ്പോയി. 24 വായിച്ചാൽ. ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ. നിങ്ങൾ യേശു പറഞ്ഞു എന്നെ അനുസരിച്ചാണ് വരുന്നതെങ്കിൽ നാശത്തിലേക്ക് പോകുന്ന വിശാലമായ വഴി, അതിനും കുഴപ്പമില്ല, ഇതിനും കുഴപ്പമില്ല. ഇപ്പം എല്ലാവരും അങ്ങനെയാണ്, ഇക്കാലത്ത് സംഗതി ഇങ്ങനെ മാറി. ഇതൊക്കെ പഴഞ്ചൻ ആശയങ്ങളാണ് മോനെ. എൻ്റെ വിളി ഒരു ഒറ്റ വിളിയാണ്, അത് പരമവിളിയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് മാറുന്നതല്ല. ഞാൻ വിളിച്ചവൻ ഒരു വിശ്വസ്തനാണെങ്കിൽ എൻ്റെ വിളിയും അതുപോലെ തന്നെയാണ്. ഞാൻ മാറ്റമില്ലാത്തവനാണെങ്കിൽ എൻ്റെ വാക്ക് മാറ്റമില്ലാത്തതാണ്. ആകാശം മാറും, ഭൂമി മാറും, എൻ്റെ വാക്ക് മാറത്തില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാനത് ഔദ്യോഗികമായിട്ട് ഇവിടെ പറയണമെങ്കിൽ മേ ബി 1-2 ആഴ്ച കൂടെ കഴിയും. ഇച്ചിരി കൂടെ പ്രിപ്പറേഷൻ എനിക്കതിന് ആവശ്യമുണ്ട്. ഞാൻ ദേവബ്രദറിനെ വിളിച്ച് മോനെ ചില കാര്യങ്ങളൊന്ന് കണ്ടുപിടിച്ച് വെക്കാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നത് വേദപുസ്തകവും സയൻസും കൂടെ ചേരുന്നതിൻ്റെ ആഴമേറിയ ഒരു ട്രഷർ, ഒരു ഖനിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നതുപോലെ ഗൗരവമുള്ളൊരു ഭാഗത്ത് വന്നു. സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഈ വർഷം ജനുവരി മാസം 7-ാം തീയതി ഒരു പ്രസ്താവന ഇറക്കിയതായിരുന്നു. അത് കാണാനിടയായി. ഞാൻ 2-3 ദിവസം മുമ്പ് കണ്ടേ. സ്റ്റീഫൻ ഹോക്കിങ്സ് പറഞ്ഞു, ഈ ആശയം കണ്ടു കഴിഞ്ഞതോടെ ശാസ്ത്രത്തിലുള്ള എൻ്റെ ഇൻട്രസ്റ്റ് കുറഞ്ഞു പോയി. ഇതെല്ലാം കൂടെ കത്തിത്തീരാൻ പോവുക. അദ്ദേഹത്തിൻ്റെ വാചകമാണ്, താണേ ഒരാളല്ല. ഫിസിക്സിലുള്ള എൻ്റെ ഇൻട്രസ്റ്റ് പോയി, ഇതെല്ലാം കൂടെ കത്തിത്തീരാൻ പോവുക. എന്ന് കത്തുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ ശ്രദ്ധിക്കണം. ഒറ്റ സെക്കൻഡ് കൊണ്ട് കത്തും. ഈ പ്രപഞ്ചത്തിൻ്റെ വെളിയിൽ ഒരു പ്രപഞ്ചം ഉണ്ടെങ്കിൽ അതിനകത്തുള്ള ആരെങ്കിലും ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞാൽ പണ്ടൊരു കാലത്ത് ഉണ്ടായിരുന്ന എന്ന് പറയത്തക്കത് വേണം ഇത് കംപ്ലീറ്റ്ലി തീർന്നിരിക്കും. ആ വാചകങ്ങളുടെ ഉള്ളിലേക്ക് ദൈവം തൻ്റെ വചനത്താൽ സൃഷ്ടിച്ചു നമ്മളെ ഭാഗത്തേക്ക് പോകും. ഞാൻ പറഞ്ഞു ഈ ഭാഗങ്ങളുടെ അതോറിറ്റിയിലെത്തിയില്ല. എനിക്ക് 2-3 സ്റ്റേറ്റ്മെൻറ്റുകളൂടെ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടി. അർത്ഥവ്യാഖ്യാനത്തിലേക്ക് പോകാനുണ്ട്. അവർ ഗോഡ് പാർട്ടിക്കിൾ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഹിഗ്ഗിംഗ് ബോസം എന്ന ഒരു ഘടകം സൃഷ്ടിയിൽ കണ്ടുപിടിച്ചു. അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്ന്, അത് ഒരു ഇറ്റ്സ് എൻ എനർജി. അതൊരു എനർജിയാണ്. ഇലക്ട്രിക് ചാർജ് ഇല്ലാത്ത, ന്യൂട്രൽ ചാർജ് വഹിക്കുന്ന, നിറമില്ലാത്ത, പക്ഷെ പാരിറ്റി ഉള്ള പാർട്ടിക്കിളുകൾക്ക് മാസ് കൊടുക്കുന്ന ഒരു ശക്തിയാണ്. അതാണ് സകലത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ അവർ പറയുന്നത് ഇതേ പാർട്ടിക്കിളിനാൽ ഈ പ്രപഞ്ചം കത്തി നശിക്കും. വിശുദ്ധ പത്രോസ് പറയുന്നത് അന്ന് വചനത്താൽ ഇത് ഉളവായി എന്നും അതേ വചനത്താൽ ഈ ആകാശവും ഭൂമിയും ചുട്ടഴിയുമെന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു. ആ വാചകം അദ്ദേഹം എടുത്തു പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ വാഗുണ്ട് ആദ്യത്തെ കണ്ടുപിടുത്ത ശാസ്ത്രത്തിന് 1 സെക്കൻഡിന് താഴെ എടുക്കുള്ളൂ. അദ്ദേഹം പറഞ്ഞു ഒരു വാണിങ്ങും കാണത്തില്ല, അതിന് വാൺ ചെയ്യാൻ ആരും വരത്തില്ല, അതിനൊന്നുള്ള സമയമില്ല. ഒരൊറ്റ സെക്കൻഡിനകം ഈ കാണപ്പെടുന്ന സകല നക്ഷത്ര മണ്ഡലങ്ങളും കൂടെ ഒരുമിച്ച് കരിഞ്ഞങ്ങ് മാറുമെന്ന്. കർത്താവേ, സൃഷ്ടിച്ച വചനം ഇത്രയും വലുതാണോ? ഞാൻ ഇങ്ങോട്ട് മാറട്ടെ. ആകാശം മാറും, ഭൂമി മാറും, പക്ഷേ ഈ വാക്ക് മാറുകയില്ല. ഈ വാക്കാണ് സകലത്തെയും വഹിക്കുന്നത്.
സകലതിനും മാസ് കൊടുക്കുന്ന, സകലതിനും വെയിറ്റ് കൊടുക്കുന്ന, സകലതിനും ആകർഷണം കൊടുക്കുന്ന ഈ വചനത്തെക്കുറിച്ച് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഉദ്ധരിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്. YLT എടുത്ത് വായിക്കണം. സകലത്തെയും തൻ്റെ ശക്തിയുള്ള വാക്കുകളുടെ ബലത്താൽ പിടിച്ചു നിർത്തുന്ന ദൈവം, സകലതിനും ഗുരുത്വം കൊടുക്കുന്നവനെന്ന് പിടിച്ചു നിർത്തുന്ന ദൈവം. തൻ്റെ മാസിനെ കുറിച്ച് എടുത്ത് പറയുന്ന ഒരു തുറമാണ് ദ മാനിഫെസ്റ്റഡ് എക്സ്പ്രഷൻ ഓഫ് ഹിസ് സബ്സ്റ്റൻസ്. പിതാവിൻ്റെ സബ്സ്റ്റൻസിൻ്റെ എക്സ്പ്രഷനാണ് പുത്രൻ. ഇതെല്ലാം കൂടെ ഒന്നിച്ച് നിർത്തിയിരിക്കുക. ഞാൻ മടങ്ങി വരട്ടെ. ആകാശം മാറും, ഭൂമി മാറും, പക്ഷേ ഈ ഹിഗിംഗ് ബോസം അല്ലെങ്കിൽ ഗോഡ് പാർട്ടിക്കിൾ എൻ്റെ വാക്ക് മാറത്തില്ല. എൻ്റെ വാക്ക് മാറത്തില്ല. എനിക്ക് വേണ്ടത് ഇടുക്കുവാതില, എനിക്ക് വേണ്ടത് ഇടുക്കുവാതില. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിസ്താരവും അതിലെ കടക്കുന്നവർ അനേകരുമാണെങ്കിൽ നിങ്ങളുടെ പരമവിളിയുടെ ലാക്ക് ഇടുക്കുവാതില. അതിലേക്ക് നിങ്ങളൊന്ന് ഓട്. അവിടെയാണ് എനിക്ക് നിങ്ങളെ കൊണ്ടുവരേണ്ടത്. അവിടേക്ക് ഓടണമെങ്കിൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിടാതെ അവിടെ ചെല്ലാൻ ഒക്കത്തില്ല. എബ്രായ ലേഖനം 12-ന്റെ 1-2 വാക്യങ്ങളിലാണ് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമ്മൾ ആദ്യമേ എടുത്തത് ഓട്ടക്കളത്തിൽ ഓടുന്നവരെ, ആദ്യമേ എടുത്തത് വീട് പണിയുന്നവരെ കുറിച്ചാണ്. രണ്ടാമത്തെ അളവ് നമ്മൾ ഇറങ്ങി വരുന്നത് മത്സരത്തിൽ പങ്കെടുക്കുന്നവരെ കുറിച്ചാണ്. ഇവരെല്ലാം ഒടുവിലായിട്ട് ഈ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടേ പറ്റൂ. അല്ലെങ്കിൽ ഈ ഇടുക്കമുള്ള ഈ വാതിലിൻ്റെ അകത്ത് കയറത്തില്ല. അതെൻ്റെ ഒരു ബലഹീനതകളെ യേശു കാൽവറിയിൽ വഹിച്ചതുകൊണ്ട് കുഴപ്പമില്ല, ഇതും കൂടെ കൊണ്ടുപോകാം മോനെ. പ്രത്യേകത, ഈ വാതിലിനകത്ത് ഇത് കയറത്തില്ല. ഇതൊരു ഇടുക്കുവാതിലാണ്. ഇതിനകത്ത് കയറണമെങ്കിൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടേ മതിയാകൂ. വിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓട്. സ്ഥിരത നഷ്ടപ്പെടരുത്, എങ്കിൽ നിങ്ങൾ വിരുദ് പ്രാപിച്ചിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രാപിക്കുമെന്ന് മാത്രമല്ല, വി ബിക്കം മോർ ദാൻ കോൺകറേഴ്സ്. 1-2 വാക്യങ്ങളോടെ വായിക്കാതെ വിട്ടോട്ടെ. എഫെസ്യ ലേഖനം 6-12 നമുക്കൊരു പോരാട്ടമുണ്ട്. അതാരോടാണെന്നറിയാമോ? ജഡരക്തങ്ങളോടല്ല. എൻ്റെ മേൽ ഭാരം കൊണ്ടിടുന്ന, എൻ്റെ മേൽ മുറുകെ പറ്റുന്ന പാപം കൊണ്ടിടുന്ന ഈ ശക്തി ഏതാണെന്നറിയാമോ? വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ആകാശത്തിലെ സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകൾ, ഇവയെല്ലാം കൂടെ ചേർന്നാണ് എൻ്റെ വിരുദ തകർക്കുവാൻ നിൽക്കുന്നത്. പക്ഷേ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിനും ജയമെടുക്കയാൽ ഞാൻ ഇവയ്ക്ക് മതിയാകുന്നു. ജയമെടുക്കുമെന്ന് മാത്രമല്ല, മോർ ദാൻ എ കോൺകറർ, ഞാൻ ജയാളിയേക്കാൾ വലിയവനാ. ക്രിസ്തു സാധിച്ച ജയം എൻ്റെ മേൽ യേശു തരികയാ, എൻ്റെ മേൽ യേശു തരികയാ. 1 കൊരിന്ത്യർ 9:25 അംഗം പൊരുന്നവനെല്ലാം വർജനമാചരിച്ചേ മതിയാകും. അടുത്ത പദം, അവരോ വാടുന്ന കിരീടത്തിനും നാമോ വാടാത്ത കിരീടത്തിനും വേണ്ടി പോരാടുക. ഞാനിവിടെ ഒരു പ്രാവശ്യം ഇത് പറഞ്ഞു, മേ ബി ഒരു 5 വർഷം മുമ്പേ ആയിരിക്കാം. അന്ന് സ്റ്റേജ് ആ സൈഡിലായിരുന്നു. ആ രംഗം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് പറഞ്ഞൊരു വാചകം എനിക്ക് ഓർമ്മയുണ്ട്. അവരെല്ലാം ഓടുന്നത്, അല്ലെങ്കിൽ അവരെല്ലാം അംഗം വരുന്നത് കളിക്കളത്തിലാണ്. കളിക്കുന്നവരുത്തം തോറ്റേച്ചെഞ്ഞ് വരാമെങ്കിൽ കൂട്ടരെല്ലാം കൂടെ അവനെ ഇട്ട് ഞൊട്ടും. രാജ്യം മുഴുവൻ അവനെക്കുറിച്ച് പ്രലപിക്കും. നമുക്കറിയാവുന്നതാ. എന്നൊക്കെ ഇരുന്നാലും അവർ കളിക്കളത്തിലാണ്. നമ്മൾ കളിക്കുന്നത് കളിക്കളത്തിലല്ല, യുദ്ധക്കളത്തിലാണ്. നാട്ടുകാരൻ കരഞ്ഞതുകൊണ്ട് തീരത്തില്ല, തലപോകുന്ന പരിപാടിയാണ്. യുദ്ധക്കളത്തിൽ ഒരൊറ്റ സ്റ്റെപ്പ് പോയാൽ ആളുകളുടെ കരച്ചിലല്ല, എൻ്റെ തലയാ അപായം വരുന്നത്. ഞാൻ ഓടുന്നത് യുദ്ധക്കളത്തിലാണ്, കളിക്കളത്തിലല്ല. ഇന്ന് പകൽ യുദ്ധക്കളത്തിൽ ഓടുന്നു വന്ന ഓട്ടത്തോടെ ഓടുകയ്യ പൈതലേ നാം പ്രാപിച്ചിരിക്കും. മോർ ദാൻ കോൺകറേഴ്സ്, നാം ജയിച്ചിരിക്കും. ഒരാശയം കൂടെ നിങ്ങളുടെ മുമ്പിൽ വെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. റോമലേഖനം 8:31-32 വായിച്ചാൽ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരെ. ദൈവം എനിക്ക് അനുകൂലമാണ്. ആരെ? വിധികർത്താവ്. ഞാൻ പോർക്കളത്തിലാണ്, ഓട്ടക്കളത്തിലാണ്, വീട് പണിയിലാണ്. ആരെങ്കിലും ഒരാൾ എനിക്ക് അനുകൂലമായി വിധിക്കണം. ഈ വിധികർത്താവ് ദൈവം എനിക്ക് അനുകൂലമാണ്, പ്രതികൂലമല്ല. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഇന്ന് പകൽ യജമാനനായ ദൈവം, പിതാവായ ദൈവം, വിധികർത്താവായ ദൈവം എനിക്ക് അനുകൂലമാണ്. എനിക്ക് പ്രതികൂലം നിൽക്കാൻ ഒരുത്തനെ കൊണ്ട് ഒക്കത്തില്ല. ഞാൻ തന്നെ എനിക്ക് പ്രതികൂലമായി നിന്നാൽ ആരെക്കൊണ്ടും എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒക്കത്തില്ല. ദൈവം ആരുടെയും പെടലിക്ക് പിടിച്ച് തിരിക്കത്തില്ല. ഞാൻ സാധാരണ ആളുകളോട് പറയാറുണ്ട്, എൻ്റെ ഭർത്താവ് മദ്യപിക്കുന്നു, പ്രാർത്ഥിക്കണം. എൻ്റെ ഭാര്യ സ്നാനപ്പെടാൻ സമ്മതിക്കത്തില്ല, പ്രാർത്ഥിക്കണം. എൻ്റെ പിള്ളേർ പറഞ്ഞാൽ കേൾക്കത്തില്ല, കള്ളിയെ കുടിക്കാൻ പോകുന്നു, മോശമായി ജീവിക്കുന്നു, പ്രാർത്ഥിക്കാം. പക്ഷേ ദൈവം രക്ഷിക്കുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ദൈവം അവസരം കൊടുക്കുകയല്ലാതെ ആരുടെയും പെടലിക്ക് പിടിച്ച് തിരിക്കത്തില്ല.
കള്ളു കുടിക്കരുതില്ല എന്ന് പറഞ്ഞ് വാ പൊത്തത്തില്ല. അങ്ങനെ ഒന്നും ദൈവം ചെയ്യത്തില്ല. അവസരം തരും. ഇന്ന് പകൽ മനഃപൂർവ്വം അനുസരിക്കാൻ തയ്യാറാണോ? ജയത്തോടെ നടത്തുവാൻ ദൈവം തയ്യാറാ. ദൈവം നമുക്ക് അനുകൂലം. ഒരു പ്രതികൂലി വരാൻ ഒക്കത്തില്ല. ഞാൻ തന്നെ എനിക്ക് പ്രതികൂലിയാണെങ്കിൽ ഒന്നും ചെയ്യാൻ ആരെ കൊണ്ടും ഒക്കത്തില്ല. ഒരാശയം കൂടെ തൊടാൻ പോകുകയാണ്. റോമാലേഖനം 8:34. യേശു എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റായി എനിക്ക് വേണ്ടി ഇരിക്കുന്നു. അറിയാം. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരാശയം പറഞ്ഞു. ഞാൻ വേറൊരാളിൻ്റെ ഇത് കോട്ട് ചെയ്യുകയാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് മാത്രം അതൊന്ന് പറയട്ടെ. ദയവായിട്ട് ആ വാക്യം വായിക്കാം. റോമർ 8:34. ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. നിൽക്കട്ടെ. ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ഈ വാക്യത്തിൻ്റെ അർത്ഥം ഇതിനു മുമ്പ് എന്തെങ്കിലും കേട്ടതിനേക്കാൾ വിചിത്രവും വ്യത്യസ്തവുമായി കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ, ഞാൻ പേര് കറക്റ്റ് പറയാൻ ഓർക്കുന്നില്ല, എൻ്റെ ആശയമല്ല, ഒരു ദൈവദാസൻ പറഞ്ഞ് കേട്ടത് ഒന്ന് ആവർത്തിക്കാൻ പോവുകയാണ്. പഴയ നിയമത്തിലെ ഒരു വ്യക്തി കൊലപാതകം ചെയ്താൽ അല്ലെങ്കിൽ ഗൗരവമുള്ള ഒരു തെറ്റ് ചെയ്താൽ അവനെ ശിക്ഷയ്ക്ക് വിധിക്കുവാൻ വേണ്ടി ന്യായാധിപ സംഘം വന്നിരിക്കും. ആ ന്യായാധിപ സംഘത്തിൽ സാധാരണഗതിയിൽ മഹാപുരോഹിതനായിരിക്കും പ്രധാന ജഡ്ജ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ മഹാപുരോഹിതനായിരിക്കും പ്രധാന ജഡ്ജ്. പ്രധാന ജഡ്ജിൻ്റെ ഇടത്തുവശത്തേക്ക് ഒരു കൂട്ടം വക്കീലന്മാരിരിക്കും. അദ്ദേഹം പറഞ്ഞ അതേ ലാംഗ്വേജ് ഞാൻ പറയും. മഹാപുരോഹിതൻ്റെ വലത്തുവശത്തേക്ക് വേറൊരു കൂട്ടം വക്കീലന്മാരിരിക്കും. ഇടത്തുവശത്തും വലത്തുവശത്തും. ഇടത്തുവശത്ത് നിന്ന് ഒരു വക്കീൽ എഴുന്നേറ്റ് വാദിക്കും. ഇവൻ കാണിച്ചത് കുറ്റകൃത്യമാണ്, ഈ ന്യായപ്രമാണം അനുവദിക്കാത്തതാണ്, ഇവനെ കൊന്നേ തീരൂ, ഇവനെ കൊല്ലണം. അപ്പോൾ ന്യായാധിപൻ അത് കേട്ടു. ഇടത്തു ഭാഗത്തുനിന്ന് വേറൊരുത്തൻ എഴുന്നേറ്റ് വെച്ച് പറഞ്ഞു, നിരപരാധിയാണ് കൊന്നിരിക്കുന്നത്, അതുകൊണ്ട് കൂടുതൽ ശിക്ഷ കൊടുക്കണം. കേട്ടു. മൂന്നാമതൊരുത്തൻ ഇടത്തു ഭാഗത്തുനിന്ന് എഴുന്നേറ്റു. ഇങ്ങനെ ഇടത്തു ഭാഗത്തുള്ളവർ ഇവനെ കൊല്ലണം, ഇവനെ ശിക്ഷിക്കണം, ഇവന് കൂടുതൽ ശിക്ഷ കൊടുക്കണം എന്നിങ്ങനെ നിയമം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അന്നേരത്താണ് വലത്തു ഭാഗത്തിരിക്കുന്നതിലെ ഏതെങ്കിലും ഒരു വക്കീൽ എഴുന്നേറ്റ് വെച്ച് പറയും, യജമാനനെ, സൈന്യാധിപ, അവൻ ഈ പറഞ്ഞത് മുഴുവൻ ശരിയാണ്, ഇതിനകത്തൊന്നും തെറ്റല്ല, അവൻ ഏറ്റവും വലിയ തെറ്റ് ചെയ്തു, അറിഞ്ഞും കൊണ്ട് മനഃപൂർവ്വം ചെയ്തു. പക്ഷേ ഇവനൊരു 2 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. ഇവൻ തെറ്റുകാരനാണെങ്കിലും ഇന്നിവനെ കൊന്നു കളഞ്ഞാൽ ആ 2 വയസ്സുള്ള കുഞ്ഞിൻ്റെ ഭാവി എന്താ? അതോർത്ത് ഇവനൊരു എക്സ്ക്യൂസ് കൊടുക്കണം. വലത്തുഭാഗത്തുനിന്ന് വേറൊരു വക്കീൽ എഴുന്നേക്കും. വലത്തുള്ളൊരു അനുകൂലം പറയാനാ, യജമാനനെ, അവൻ്റെ അപ്പന് 100 വയസ്സടുക്കുന്നു, മോനെ കൊന്നുകളഞ്ഞു എന്ന ആ ഭാരവും കൊണ്ട് അയാളുടെ നരദുഃഖത്തോടെ പോകാതെ ആ വല്യപ്പനെ ഓർത്ത് ഇവനൊരു എക്സ്ക്യൂസ് കൊടുക്കണം. വേറൊരാൾ, ഇവൻ്റെ ഭാര്യ ഇപ്പം വിധവയാകാൻ പോവുക, ഒരു കൊച്ചു പെണ്ണ, അവളൊരു നല്ല പെണ്ണ, അവളെ ഓർത്ത് ഇവന് വലത്തുഭാഗത്തെ വക്കീൽ അനുകൂലം പറയും, ഇടത്തുഭാഗത്തെ വക്കീൽ നിയമം പറയും. യേശു പിതാവിൻ്റെ വലത്തുഭാഗത്ത്. ഭയങ്കര അർത്ഥവ്യാപ്തി തന്ന അവരുടെ പാരമ്പര്യങ്ങളിൽ നിന്നുള്ളൊരു പഠനമാണ്. സാധാരണ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വലത്തുഭാഗത്തെ വക്കീലിൻ്റെ വാദം ശരിയായാൽ, അല്ലെ വക്കീലന്മാരുടെ ന്യായങ്ങൾ ശരിയായി, ഈ പറയുന്ന ഒരു ഇയാൾക്ക് പ്രായമുള്ള അപ്പനും ഇല്ല, അവൻ്റെ ഭാര്യയും ഇതൊക്കെ തന്നെ അർഹിക്കുന്നതാണ്, അവൻ്റെ പിള്ളേരും പിഴയാണെങ്കിൽ ഈ വാദം ഒന്നും അംഗീകരിക്കപ്പെടുന്നതല്ല. ഈ വാദം അംഗീകരിക്കപ്പെടുന്നതെങ്കിൽ, വാദം ശരിയാണെങ്കിൽ, സാധാരണ ഈ ന്യായാധിപൻ എടുക്കുന്ന അടുത്ത നിയമം, ഇസ്രയേലിൽ 6 സങ്കേത നഗരങ്ങളുണ്ട്. കേട്ടിട്ടുണ്ടോ? അബദ്ധവശാൽ ഒരുവനെ കൊന്നുപോയവനെ, രക്തപ്രതികാരകൻ്റെ കയ്യാൽ മരിക്കേണ്ടവന്, ഓടിപ്പോയി അഭയം പ്രാപിക്കേണ്ടതിന് 6 സങ്കേത നഗരങ്ങളുണ്ട്. ഇവനോട് പറയും, നീ സങ്കേത നഗരത്തിലേക്ക് ഓടിക്കൂ, നിന്നെ ഫ്രീ വിട്ടിരിക്കുന്നൊരു പ്രസ്താവന ഇല്ല. ഞാൻ ഏത് വാക്യവുമായിട്ടാണ് വരുന്നത്? പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിന്നെ ഫ്രീ ആയി വിട്ടിരിക്കുന്നു എന്നൊരു പ്രസ്താവനയില്ല. കാരണം നിയമം എതിരെ നിൽക്കുക, വിടിവിക്കാൻ ഒക്കത്തില്ല. എന്നാൽ ഒരു പോംവഴി ആകെ ഉള്ളത് 6 സങ്കേത നഗരങ്ങൾ ഇസ്രയേലിലുണ്ട്. ആരെങ്കിലും ഒരാൾ അതിനകത്തേക്ക് ഓടിക്കേറിയാൽ, അവനെ വഴിയിലാരും കൊല്ലാതെ അതിനകത്തേക്ക് അവൻ ഓടിക്കേറിയാൽ, സങ്കേത നഗരത്തിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും തൊടാനൊക്കത്തില്ല, പിന്നെ അവൻ സുരക്ഷിതനാണ്. അവനോട് ജഡ്ജ് പറയും, എഴുന്നേറ്റു ഓടിക്കോ സങ്കേത നഗരത്തിലേക്ക്. ഈ വിധി നടക്കുന്ന സമയത്ത് രക്തപ്രതികാരകൻ, ഇവനെ കൊല്ലാനുള്ളവനെല്ലാം വെളിയിൽ തയ്യാറായിട്ട് നിൽക്കുക. ഇവൻ ഓട്ടം തുടങ്ങുമ്പോൾ അവർ കല്ലുമായിട്ട് എഴുന്നേക്കും, അവർ പുറകെ ഓടിക്കുക.
ആ നേരത്ത് തിരിഞ്ഞു നിന്ന് പോയെങ്കിൽ ഇവൻ ഏറുകൊണ്ടിയാവും. രക്തപ്രതികാരകൻ്റെ സ്പീഡിന് മുകളിൽ ജീവനും കൊണ്ട് ഓടുന്നവന് മാത്രമേ സങ്കേത നഗരത്തിൽ കയറാനൊക്കത്തുള്ളൂ. യേശു സൗജന്യമായി രക്ഷിച്ചു. പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നു. സങ്കേത നഗരത്തിലേക്ക് ഓടിക്കോളാൻ പറഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നിൽക്കുന്നവന് രക്ഷയില്ല. ഇത് മനസ്സിലാകുന്നുണ്ടോ? ദൈവം തരേണ്ട വിടുതൽ എനിക്ക് തന്നു. ഞാൻ യോഗ്യമായി ജീവിച്ചേ മതിയാകൂ. ഞാൻ യോഗ്യമായി പോയേ മതിയാകൂ. ഞാൻ യോഗ്യമായി പോകേണ്ടതിന് പ്രൈസ് ദി ലോർഡ്. Pastor Stephen, please come in the front. We have Pastor Stephen George with us. I knew that he is coming. Second service, he is taking the main message. Praise the Lord. സങ്കേത നഗരത്തിലേക്ക് ഓടുമ്പോൾ ഒരു ചായ വല്ലതും ഉണ്ടെങ്കിലെന്ന് ഒരു ചായ വല്ലതും ഉണ്ടെങ്കിൽ സങ്കേത നഗരത്തിലേക്ക് ഓടുമ്പോൾ എൻ്റെ സൈഡിൽ നിന്നൊരു സ്പീഡ് കുറവ് വന്നാൽ, എവിടെയെങ്കിലും ഒരു ബലഹീനത വന്നാൽ വഴിയിലേറുള്ളൂ. ആഴെ കുഴിക്കാതെ പണിതാൽ പണിതാഴുപ്പോവും. പൊന്നെ വെള്ളി വിലയേറിയ വസ്തുക്കൾ കൊണ്ട് പണിതില്ലെങ്കിൽ കത്തിപ്പോവും. അംഗം വരുന്നവൻ സകലത്തിലും വേർപാട് ആചരിച്ചില്ലെങ്കിൽ ഉള്ളത് മുഴുവനും നഷ്ടപ്പെട്ടു പോകും. യുദ്ധക്കളത്തിൽ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ പട്ടുപോകും. എനിക്ക് വേണ്ടി എന്നെ സ്വതന്ത്രനാക്കുവാൻ അനുകൂലിയായ വിധികർത്താവും എനിക്ക് വേണ്ടി വലത്തുവശത്തിരിക്കുന്ന വക്കീലായ യേശുവും ഒരുമിച്ച് നിന്നാൽ അടുത്തത് എൻ്റെ കോർട്ടിലാണ് ഞാൻ ഓടേണ്ട വേഗതയിൽ ഓടുക. എനിക്ക് ഒരുപാട് ആശയങ്ങൾ കവർ ചെയ്യും. കൃപയാൽ എൻ്റെ മരണത്തിൽ നിന്ന് എന്നെ മാറ്റി. ഞാൻ ചെയ്ത പാപത്തിന്, ആദമ്യ പാപത്തിന് എന്നെ കൊല്ലേണ്ടതായിരുന്നു. സ്വന്തം പാപം തൻ്റെ മേൽ ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച ശേഷം ആ യേശു പിതാവിൻ്റെ വലത്തുവശത്ത് എനിക്ക് അനുകൂലമായി സംസാരിക്കാനിരിക്കുക. ആ സംസാരം കൊണ്ട് സാധിക്കുന്നത് എന്താണ്? ഞാൻ ചെയ്യേണ്ടത് ചെയ്താൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയും. അല്ലെങ്കിൽ ഇത് സത്യമല്ലായിരുന്നു. യേശു എനിക്ക് വേണ്ടി വാദിക്കുന്നില്ലെങ്കിൽ ഇത് അസത്യമായിരുന്നു. യേശു എനിക്ക് വേണ്ടി വാദിച്ചതിനാൽ ഇത് സംഭവിക്കും. ഇന്ന് പകൽ യേശുവിന് വേണ്ടി പോകുവാൻ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിട്ടുകൊടുക്കാം. കർത്താവേ, അങ്ങ് എനിക്ക് രക്ഷ തന്നു. ഞാൻ എങ്ങനെയാണ് ഓടേണ്ടത്? കർത്താവായ യേശുവിനോട് ചോദിക്കേ. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കേ, വാ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറ. വിശ്വസിക്കുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേൽക്കുകയും ചെയ്യുക. ജീവിതത്തിൽ വേർപാട് സൂക്ഷിക്കുക. അംഗം വരുന്നവരൊക്കെയും സകലത്തിലും വേർപാട് ആചരിക്കുന്നു. ആഴത്തിലേക്ക് കുഴിച്ച ശേഷം പണി തുടങ്ങുക. കിട്ടിയിടത്തുനിന്ന് പണി തുടങ്ങാതെ എന്തുകൊണ്ട് പണിയണം? മരം പുല്ല വൈക്കോലുമേ ഒഴിവാക്കിക്കൊണ്ട് വിലപ്പിടിപ്പുള്ളത് കൊണ്ട് പണിയുവാൻ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്. മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം. ഞാൻ 2 ലക്ഷ്യങ്ങളെ ഒന്നിച്ചു വെക്കുക. 1 ആ ഇടുക്കുവാതിൽ, 2 ആ സങ്കേത നഗരത്തിൻ്റെ വാതിൽ. ഇത് രണ്ടും കൂടെ ഒന്നാണ്. സങ്കേത നഗരത്തിൻ്റെ വാതിലിലേക്ക് വേഗത്തിൽ ഓടുവാൻ വിളിക്കപ്പെട്ട ദൈവവേദനെ, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ഇന്ന് പകൽ ദൈവം നമുക്ക് കൃപ തരട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദയവായി അടയ്ക്കുമോ? എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, ഇന്ന് പകൽക്കാലം ബലവാനായ ഞങ്ങളുടെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലതിനെയും ഞങ്ങൾ ഏൽപ്പിക്കുന്നു. നിത്യനായ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഇന്ന് പകൽ ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ തരുന്നു. എൻ്റെ ദൈവമേ, ഇന്ന് പകൽ തിരുവചനം അതിൻ്റെ ഗൗരവത്തിലെടുക്കുവാൻ ജയാളികളെക്കാൾ ഉന്നതരാക്കി ഞങ്ങളെ തീർക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി വിലമുടക്കിയ ദൈവമേ, ഞങ്ങളുടെ മരണപാശങ്ങളെ അഴിച്ച് ജീവൻ്റെ വാതിൽ കാണിച്ചു തന്ന് ഓടുവാൻ കൽപ്പിച്ച ദൈവമേ, അവിടേക്ക് ഓടിയെത്തുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഇന്ന് ഞങ്ങൾ ഓടി എത്തുവാൻ ആഗ്രഹിക്കുന്നു. തൃക്കരങ്ങളിൽ ഈ ജനത്തെ ഏൽപ്പിച്ച്, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള ഞങ്ങളുടെ ജനത്തെ ഏൽപ്പിച്ച് ഇപ്രകാരം ഒരു അനുഗ്രഹത്തിൻ്റെ പദം ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ ഓടും കർത്താവേ, ഓടും കർത്താവേ. എന്നെ താങ്ങുന്നവൻ മുഖേന, സഹായിക്കുന്നവൻ മുഖേന സകലത്തിലും ജയമെടുക്കുവാൻ കർത്താവ് തരുന്ന കൃപയ്ക്കായി സ്തോത്രം. മുഴുമഹത്വവും മാനവും ഘനവും ബഹുമാനവും പുകഴ്ചയും എല്ലാം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കും. അവിടുന്ന് വൻ കാര്യം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണേ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആയിരിക്കുന്ന ഇരിപ്പിൽ അഥവാ ആരെങ്കിലും ഒരാൾ ഇന്ന് പകൽ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ഞാനൊരു തീരുമാനമെടുക്കും, എനിക്കും ആ സങ്കേത നഗരത്തിൽ എത്തണം എന്ന് പറയാനുണ്ടെങ്കിൽ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒരു കൈ ഉയർത്തുന്നതോ എഴുന്നേൽക്കുന്നതോ പലർക്കും ലജ്ജയായിരിക്കാം. ഇതൊരു വിശുദ്ധ സഭായോഗമാണ്. മിക്കവാറും പേർക്ക് തീരുമാനമുള്ളവരാണ്. അഥവാ ആരെങ്കിലും ആ തീരുമാനമില്ലാത്തവരിതിനകത്തുണ്ടെങ്കിൽ യേശുവിൻ്റെ ഒരു വാചകം ശ്രദ്ധിക്കൂ. വ്യഭിചാരവും കോട്ടവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനത്തെയും കുറിച്ച് ലജ്ജിച്ചാൽ എൻ്റെ ദൂതന്മാരുമായി വരുമ്പോൾ അവനെക്കുറിച്ച് ഞാനും ലജ്ജിക്കും.
ഇന്ന് പകൽ ലജ്ജിക്കാതെ കർത്താവിന് വേണ്ടി നിൽക്കേണ്ടതിന് നമ്മെ തന്നെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ആരെങ്കിലും ഉണ്ടോ ഇന്നു മുതൽ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ? രക്ഷിക്കപ്പെടാത്തവർ ഞാൻ യേശുവിനെ അംഗീകരിക്കുന്നു. സ്നാനപ്പെടാത്തവർ ഞാൻ യേശുവിനോട് ചേരുവാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വാസ സ്നാനത്തിന് ആഗ്രഹിക്കുന്നു. വിശുദ്ധ ജീവിതം ചെയ്യുവാൻ കഴിയാഞ്ഞവർ ഇന്നു മുതൽ ഒരു വേർപെട്ട വിശുദ്ധ ജീവിതത്തിന് തയ്യാറായിരിക്കുന്നു എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സമയം ഞാൻ ഒരു മിനിറ്റിൽ കൂടുതൽ വെയിറ്റ് ചെയ്യത്തില്ല. ദയവായി അങ്ങനെയുള്ളവരെ എഴുന്നേറ്റാൽ സഭയായി ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞത് ഒരു വിശുദ്ധ സഭാരാധനയാണ്. ഇതിനകത്ത് അങ്ങനെ ഒരാൾ കാണുന്നത് കുറവായിരിക്കാം. ഉണ്ടെങ്കിൽ ഞാൻ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ദയവായി കുഞ്ഞെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഒരാളിനെ കണ്ടു. ഇനിയുണ്ടോ? രണ്ടാമത്തെ ആളിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദര, ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റാലും. മൂന്നാമത്തെ ആൾ, ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനൊരു റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. വ്യഭിചാരവും കോട്ടവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് ലജ്ജിച്ചാൽ അവരെക്കുറിച്ച് ഞാനും ലജ്ജിക്കും. ആരെങ്കിലും ലജ്ജിക്കാതിരുന്നാൽ ഞാനും അവരെക്കുറിച്ച് ലജ്ജിക്കയില്ല. ഇന്ന് പകൽക്കാലം ഈ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ കൊടുക്കാം. മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ 200ഓളം രാജ്യങ്ങളിലാണ് ഇന്ന് നമ്മളെ ശ്രദ്ധിക്കുന്നത്. ഈ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങളെല്ലാവരും ഒരു വിശുദ്ധ സഭയുടെ ഭാഗമാകണമെന്നില്ല. ഏത് ബാക്ക്ഗ്രൗണ്ട് പോലും മനുഷ്യൻ, ദൈവത്തിന് ഒറ്റ ബാക്ക്ഗ്രൗണ്ടേ ഉള്ളൂ, മനുഷ്യൻ. എനിക്കൊന്നുകൂടെ ഉണ്ട്, മലയാളം മനസ്സിലാകുന്നവർ, വേറെ ആർക്കും ഞാൻ പറയുന്നത് മനസ്സിലാകത്തില്ല. ഈ 2 കണ്ടീഷൻ കംപ്ലീറ്റ് ചെയ്യുമെങ്കിൽ ഈ പകൽ യേശു നിങ്ങളെ സ്നേഹിക്കുന്നതിനാൽ ആ ഇരിക്കുന്ന ഇടത്ത് ദൈവകരങ്ങളിൽ നിങ്ങളെ ഏൽപ്പിക്കൂ. എനിക്ക് കാണത്തില്ല, പക്ഷെ നിങ്ങളെ കാണുന്നവനായി ഒരു ദൈവമുണ്ട്. മൂലക്കല്ലാകുന്ന ക്രിസ്തുവുമായി അപ്പസ്തോലന്മാരുമായി യോജിച്ച് തിരുവചനത്തിൻ്റെ അപ്പസ്തോലിക ഉപദേശത്തിൽ യേശുവിനെ സേവിക്കുവാൻ ഇരിക്കുന്നിടത്തൊരു തീരുമാനമെടുക്കൂ. നിങ്ങളുടെ പേർ ജീവൻ്റെ പുസ്തകത്തിൽ ഈ രാവിലെ നിത്യതയിലെ ദൈവം എഴുതട്ടെ. നമുക്കെല്ലാം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ. കർത്താവേ, ഈ ഓഡിറ്റോറിയത്തിനകത്ത് ടെൻറ്റിനകത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന 3-4 പേരെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ കർത്താവേ, ആരൊക്കെ ഉണ്ട് അവരെയും ഞങ്ങൾ യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ശക്തിയേറിയൊരു ദൈവകൃപ അവരുടെ മേലിരിക്കണേ. ഞങ്ങൾ നിത്യതയിൽ എത്തുവോളം കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെ കാക്കണമേ. മഹത്വം അങ്ങെടുക്കണേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ.